Lord. Praise the 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 Lord. ഒറ്റ സ്തോത്രത്തിന് ദേശത്തെ മുഴുവൻ വിശേഷം ഓടണം. With one Praise the praise, Lord. all the devil should go. Hallelujah. 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 കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Thank the Lord with all my heart. ഇന്ന് രാത്രി നമുക്ക് പകുതി സമയമുള്ളൂ. Tonight we only have half the time ട്രാൻസ്ലേഷൻ ഉണ്ട്. because translation is there. Hallelujah. Hallelujah. രാവിലെ ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹവാസം ഒരുക്കി. The Lord opened ways when we could pray and be together. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലിരിക്കണം. Tonight let us be in the fullness of His presence. ഒരിക്കലും സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ Once when the presence came, അത് അനുഭവിച്ചപ്പോൾ when we experienced it, പത്രോസ് ഇങ്ങനെ ഒരു വാക്കാ പറഞ്ഞത്, Peter said like നാം this, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. it is good that we are here. ഹല്ലേലൂയ. Hallelujah. താമസിക്കാൻ വീടുണ്ട്, We have a house to live. അവർക്ക് ചെയ്യാൻ ജോലിയുണ്ട്. Peter has a work to do. ദൈവ സാന്നിധ്യം വന്നപ്പോൾ അന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. But when the presence of God came, Peter said it is good that we are in the presence of God. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഇരിക്കുന്നവർ ഒന്ന് പ്രാപിക്കണം. Oh, if you are sitting in the presence of God, learn to receive something. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് പകലൊന്നും ചിലപ്പോൾ രാത്രി നോക്കൊന്ന് പറഞ്ഞു പോകും. When I preach, I may mention the words night and day. ഇവിടെ കയറി കഴിഞ്ഞാൽ രാത്രിയാണോ പകലാണോ ഒരു പിടുത്തമില്ല. When I come inside, I don't know if it is morning or night. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം. So if I say morning or night, bear with me. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ എന്ത് പറഞ്ഞാൽ എനിക്കുള്ള ഈ പിള്ളേർക്ക് അങ്ങനെ അങ്ങ് ഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. And I don't think all the children really understand what we are preaching. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. I also have a problem because they are not receiving. ഈ പിള്ളേരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. But I thank God for all the children in the place. ഇവരെല്ലാം ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. They are at least keeping quiet. ഹല്ലേലൂയ. Hallelujah. മറ്റേ ഒരെണ്ണം മതി സഭ മൊത്തം കലക്കാനായിട്ട്. One is enough to bring a lot of disturbance. പിള്ളേരൊക്കെ വളരെ ശാന്തമായിട്ട് But the ഇരിക്കുന്നുണ്ട്. children are all very quiet. ഇന്ന് രാത്രി എല്ലാവർക്കും പ്രാപിക്കണം. Tonight, everybody must receive the Lord. Hallelujah. കുഞ്ഞുങ്ങൾ പ്രാപിക്കണം. The children must receive the word. മുതിർന്നവർ പ്രാപിക്കണം. The elders must receive His love. ശുശ്രൂഷകന്മാർ പ്രാപിക്കണം. The ministers must receive something. പ്രാപിക്കുന്ന രാത്രിയായിട്ടൊന്ന് മാറണം. Tonight must be a night when we receive what the Lord has to give. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. A small thing for the sake of the children. നാട്ടിലൊരു കാര്യം ഞാൻ പറയാൻ പോണത്. Something that happened in India. ഒരു വലിയ ഹോസ്പിറ്റൽ, A big hospital. എല്ലാ സൗകര്യമുള്ള ഒരു വലിയ A ഹോസ്പിറ്റൽ. big hospital with all the facilities. ആ ഹോസ്പിറ്റലിൽ ഒരു വലിയ ലേബർ റൂം ഉണ്ട്. There is a labor room in that hospital. അനേക സ്ത്രീകളുടെ ഡെലിവറി നടന്ന സ്ഥലം അവിടെയാണ്. Many women give birth in that place. ഈ നാട്ടിലൊരു കാര്യമുണ്ട്, There's something in സ്ത്രീകളുടെ India. ഡെലിവറി കയറി കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ കയറ്റത്തില്ല. In India, when the women are put into labor room, husbands are not allowed. ഇവിടെ എനിക്ക് അറിയത്തില്ല. Yes, it is different അവർ here. പുറത്ത് നിന്നോളാം. In India, the husbands have to be outside. ഡെലിവറി കഴിയുമ്പോൾ നേഴ്സുമാർ വന്ന് പറയും, After the delivery, nurses will come and say കൊച്ചാണോ പെണ്ണാണോ. whether the child is a boy or a girl. അത് കഴിയുമ്പോൾ ഇറക്കി കൊണ്ടുവരും. After that, he can bring the baby. അത് വലിയ ഹോസ്പിറ്റലില് In a big hospital, ഡെലിവറി നടക്കുക. delivery is taking place. ഒത്തിരി സഹോദരിമാരെ ഡെലിവറിക്ക് വേണ്ടി ലേബർ റൂമിൽ കയറ്റിയേക്കും. Lot of women are there in the labor room. അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ പുറത്ത് നിർത്തിയേക്കും. All the husband is outside. ഭർത്താക്കന്മാരും ബന്ധുക്കളും ഒക്കെ പുറത്ത് നിൽക്കുക. All the relatives are outside. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നേഴ്സ് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. At that situation, a nurse came out of the labor room. മേഴ്സിയുടെ ഭർത്താവ് ആരാന്ന് ചോദിച്ചു. Who is Mercy's husband? മേഴ്സിയുടെ ഭർത്താവ് ചാടി എഴുന്നേറ്റു. Mercy's husband got up. ബന്ധുക്കളും ചാടി എഴുന്നേറ്റു. The relatives got up. ഓടിച്ചെന്നു. They all ran. ഭർത്താവിന്റെ പേര് ചോദിച്ചു. What is the name of the husband? അദ്ദേഹം പേര് പറഞ്ഞു. He said the name. അപ്പൊ ചോദിച്ചു എവിടെ വർക്ക് ചെയ്യുന്നു ചോദിച്ചു. Where do you work? അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ A1 ഫാബ്രിക്സിൽ വർക്ക് ചെയ്യുന്നു. I'm working in A1 Fabrics. Praise the Lord. Praise the Lord. നേഴ്സ് ഒന്ന് ചിരിച്ചു. The nurse സന്തോഷ വാർത്തയുണ്ട്. I have a good news for you. നിങ്ങളുടെ വൈഫ് ഡെലിവറി കഴിഞ്ഞു. Your wife has given birth. ഒരു ആൺകൊച്ചുണ്ടെന്ന്. It's a boy. Praise the Lord. Praise the Lord. സന്തോഷമായി. He was happy. അദ്ദേഹം പോയി. He went. നേഴ്സ് വീണ്ടും കടന്നു വന്നു. Again the nurse came. സിസിലിയുടെ ഭർത്താവ് പറയുന്നു. Who is Sicily? Who's the husband of Sicily? സിസിലിയുടെ ഭർത്താവും എന്തെങ്കിലും ഓടിച്ചെന്നു. So they also ran. എല്ലാവരും ഓടിക്കൂടി. They all came together. നേഴ്സ് പേര് ചോദിച്ചു. The nurse asked the name. അദ്ദേഹം പേര് പറഞ്ഞു. He said the name. നേഴ്സ് പരിചയപ്പെട്ടു. The nurse got acquainted. എവിടെ വർക്ക് ചെയ്യുന്നു? Where are you working? അദ്ദേഹം പറഞ്ഞു ഞാൻ ടിൻസ് എന്റർപ്രൈസസിൽ വർക്ക് I am ചെയ്യുന്നു. working in Tins Enterprises. നേഴ്സ് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. That's what I have a good news for you. വൈഫ് ഡെലിവറി കഴിഞ്ഞു. Your wife has given birth. 2 മക്കളാന്ന് പറഞ്ഞു. 2 children. അവരങ്ങ് പോയി. They also went. പിന്നെയും കുറെ നേഴ്സ് വീണ്ടും വന്നു. So the nurse came again. Praise the Lord. Praise the Lord. സാലിയുടെ ഭർത്താവ് ആരെന്ന് ചോദിച്ചു. Who is Sali's husband? സാലിയും ഭർത്താവ് ഓടി. സാലിയുടെ ഭർത്താവും ആൾക്കാർ The ഓടിച്ചു. husband of Sali and the relatives came. സാലിയുടെ ഭർത്താവിനെ പരിചയപ്പെട്ടു. Oh, the husband came to know.
പേരൊക്കെ പറഞ്ഞു. He told the name. ജോലിയൊക്കെ ചോദിച്ചു. Asked the job. അതേ ഞാൻ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു. Oh, I'm a pastor. അല്ല ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു. I'm teaching in a Bible college. ഏത് കോളേജിലാണ് പഠിപ്പിക്കുന്നത്? Which college? ഞാൻ ട്രിനിറ്റി ബൈബിൾ കോളേജിൽ. I am teaching in Trinity Bible College. Praise the Lord. Praise the Lord. യേശുവിന് സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു. Good news for you too. വൈഫ് ഡെലിവറി കഴിഞ്ഞു. The wife has given birth. 3 മക്കളാണ്. 3 children. Praise the Lord. യേശു പിന്നെ അകത്തേക്ക് പോയി. The nurse went again. അല്പം കഴിഞ്ഞ് വീണ്ടും വന്നു. Again she came back. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ജോയമ്മയുടെ ഭർത്താവ് പറയുന്നു. Who is Joyama's husband? ജോയമ്മയുടെ ഭർത്താവ് ആൾക്കാർ ഓടിച്ചെന്നു. Oh, the people ran there. അവരൊക്കെ പരിചയപ്പെട്ടു. They all say hello. നേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. Nurse asked all the questions. എവിടെ വർക്ക് ചെയ്യുന്നു ചോദിച്ചു. Where is he working? അദ്ദേഹം പറഞ്ഞു ഞാൻ 4th Square ചർച്ചിന്റെ പാസ്റ്റർ ആണ്. I am the pastor of the 4th Square church. ആമേൻ. Amen. യേശുവിന് സന്തോഷ വാർത്തയാണ്. And the nurse said, very good. ജോയമ്മ ഡെലിവറി കഴിഞ്ഞു. Joyama has given birth. 4 മക്കളാണ്. 4 children. അപ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം. The people began to be surprised. ഇവിടെ എന്താ ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജോലിക്ക് ഒത്തവണ്ണ മക്കളെ കിട്ടും. Why are people getting children according to their job? ഭയങ്കര സർപ്രൈസ് അവിടെ. Big surprise is taking place. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ബോധം കെട്ട് താഴെ വീണു. Suddenly one man suddenly fainted. വേഗം ആൾക്കാരൊക്കെ പുള്ളി കൂട്ടി വാരിയെടുത്ത് ഒരു മേശപ്പുറത്ത് കൊണ്ട് കിടത്തി. The people lifted him up and put him on a table. അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചു. They put some water on his. അദ്ദേഹത്തെ തട്ടിയൊക്കെ എഴുന്നേൽപ്പിച്ചു. He was woken up. എന്താ പറ്റി? Acha, what happened to you? അസുഖം ഉണ്ടാകാറുണ്ടോ? Are you okay? സംഭവിച്ചിട്ടുണ്ടോ? Did anything happen? അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. No, I'm okay. പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചേ? Why did you faint? അദ്ദേഹം വൈഫിനെ ഡെലിവറി കയറ്റിയേക്കുന്നു. My wife is in the delivery room. അദ്ദേഹം പറഞ്ഞു. He said, ഞാൻ 7up കമ്പനിയിലെ ജോലി ചെയ്യുന്നത്. I'm working in the 7up company. ഇന്നിപ്പോ 7 മക്കളെ കിട്ടിയാൽ today if I get 7 children, എന്തു ചെയ്യുന്നു ഓർത്തു. I just thought what I will do. അങ്ങനെ സംഭവിച്ചാന്ന് പറഞ്ഞു. That is what happened. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. 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 Oh, praise the Lord. Hallelujah. Hallelujah. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. Hallelujah. ആമേൻ. കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. The Lord is in our midst. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. The Lord is with us. Hallelujah. Hallelujah. സമയൊട്ടും കളയാനില്ല. Let's not waste any time. ആമേൻ. നമ്മള് 9 വരെ അല്ലേ? നമ്മളൊരു 9 മണി വരെ അങ്ങ് പോകും. നമ്മൾ പ്രാർത്ഥനയായിരിക്കും. Till 9 we will go and then we'll be praying. Hallelujah. Hallelujah. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വന്നവർ ഇവിടെ ഉണ്ട്. Oh, there are many people who have come just for prayer. Hallelujah. Hallelujah. മുഖം കാണും എനിക്കറിയാം. I know their face, I know. Hallelujah. Hallelujah. ആമേൻ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ച പോലെ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് തൃപ്തി വരത്തില്ല. We will not be happy by just getting something. വേണ്ടത് നമുക്ക് പ്രാപിക്കണം. We must get what God wants us to have. വേണ്ടത് കിട്ടുമ്പോൾ നമുക്ക് തൃപ്തി വരും. We will be happy when we get what God wants us to get. അകത്തെ മനുഷ്യനൊന്ന് പുതുക്കാൻ പ്രാപിക്കണം. Hallelujah. The inner man must become new. Hallelujah. Hallelujah. നമുക്ക് ഒരു വാക്യം വായിക്കാം. Let's read a verse. ആമേൻ. എനിക്ക് ഇവിടുത്തെ പിള്ളേരുടെ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. I like the song of all the children. നേരത്തെ വന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതിന് അല്പം താമസിച്ചു. We wanted to come a little early but we were a little late. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തെ കോൾ ടീമിന്റെ പാട്ടൊക്കെ ഞാൻ എൻജോയ് ചെയ്തതാണ്. Oh, last time I came I loved the worship team. അല്പം താമസിച്ചുവെങ്കിലും എനിക്കത് ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. I could not participate fully. നമുക്ക് ഒരു സമയമുണ്ട്. We still have time. നമുക്ക് ഒരു വാക്യം വായിക്കാം. Let's go to that verse. യോഹന്നാൻ എഴുതിയ സുവിശേഷം John 4 അധ്യായം chapter 4 50 വാക്യം verse 50. രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിച്ചാൽ. Part 2. John 4:50. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ പോയി. And the man believed the word that Jesus had spoken unto him and he went his way. ആ വാക്യം എങ്ങനെയാണ്? യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. That man went believing the word which Jesus spoke. എല്ലാ കണ്ണും അടയട്ടെ. Let's pray. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Let's all pray. ഒരു പ്രാർത്ഥനയുടെ ആത്മാവോടെ വ്യാപരിക്കട്ടെ. Oh, let the spirit of prayer move in this place. ഒരു സ്വർഗീയ കാറ്റും രാത്രി അടിച്ച് കയറട്ടെ. Let a heavenly wind blow into this church. ആത്മീയ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുവാൻ, ആത്മാവിന്റെ വ്യാപാരം കൊണ്ട് നിറയ്ക്കുവാൻ എല്ലാവരും അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ pray that God will fill us with the heavenly presence. We'll all be filled with the Holy Ghost. എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. Say, Lord, fill me. Hallelujah. Hallelujah. ആരും നിറയാതെ പോകരുത്. Everybody must be filled tonight. ആരും നിറയാതെ പോകരുത്. Everybody must be filled tonight. ആരും നിറയാതെ പോകരുത്. Everybody must be filled tonight. നിന്നെ നിറയ്ക്കുന്നവൻ, നിന്നെ ഭരിക്കുന്നവൻ, നിന്നെ ഉയർത്തുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. The one who fills you, the one who takes care of you is here tonight. Hallelujah. Hallelujah. എല്ലാവരും ഉണർന്നാട്ടെ. Oh, let's wake up. ആത്മാവ് വ്യാപരിക്കട്ടെ. Let the Holy Spirit move. വചനം വ്യാപരിക്കട്ടെ. Let the Holy Spirit move. രക്തം വ്യാപരിക്കട്ടെ. Let the blood flow. മഹത്വം വ്യാപരിക്കട്ടെ. Let the glory flow. ദൂതുകൾ വെളിപ്പെടട്ടെ. Oh, let words come. ആലോചനകൾ വെളിപ്പെടട്ടെ. Let messages come. ആത്മാവിന്റെ തീ ഇവിടെ കത്തട്ടെ. Let the
fire of the Holy Ghost. Hallelujah. 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 നല്ല പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ അടുക്കലേക്ക് വരികയാ. ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുക. വലിയത് ചെയ്യണമേ, നല്ലത് ചെയ്യണമേ, വേണ്ടത് മുഴുവനും കർത്താവേ ഇന്നു രാത്രി ഞങ്ങൾക്ക് വിളമ്പി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരത്തിൽ ഏൽപ്പിക്കട്ടെ. എല്ലാവരും സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കും, നിങ്ങൾ കേൾക്കൂല. Tonight we preach and you will not listen. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുക. We are going to minister together. ആത്മീയ ശുശ്രൂഷ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷയല്ല. Oh, no spiritual ministry is done by one man alone. നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാ. We must do it together. Hallelujah. Hallelujah. ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവും. When you preach the real word of God, you'll have different experiences. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. Those who believe, lift your hands and praise God. Hallelujah. Hallelujah. സ്തോത്രം. വചനം പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഹൃദയം തുറന്നു വരും. Sometimes the heart opens when you listen to the word of God. ലൂദിയുടെ ഹൃദയം തുറന്നതാ. The heart of Lydia was open. ചിലപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോകും. Sometimes when the word is spoken, the heart becomes hard. ഹെരോദാവ് വചനം കേട്ടപ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോയി. Herod's heart was hardened because of the word. രണ്ട് ശിഷ്യന്മാര് യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയപ്പോൾ കർത്താവ് അവരുടെ കൂടെ നിന്നു. അവർ കർത്താവ് വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയമകത്ത് കത്തിക്കൊണ്ടിരുന്നു. The disciples going to Emmaus had a heart full of fire because Jesus was with them and speaking the word. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ 3000 പേർക്ക് കുത്തുകൊണ്ടു. When Peter spoke the word, 3000 people were pricked in their heart. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വചനം പ്രസംഗിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് ഇറങ്ങി വന്നു. In the house of Cornelius, whoever listened to the word of God, the Holy Spirit came down. ഇന്ന് എന്തെങ്കിലും സംഭവിച്ചേ പറ്റൂ. Oh, something must happen today. ഹല്ലേലൂയ. ഒരുപക്ഷ ദൈവം നിന്നെ കത്താൻ വേണ്ടിയായിരിക്കും ഇവിടെ കൊണ്ടുവന്നേക്കണേ. Maybe God brought you so that you can be on fire. ഒരുപക്ഷ ദൈവം നിന്നെ തുറക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നേക്കണേ. Maybe God has opened to open you. He has brought you. ഒരുപക്ഷ ദൈവം നിന്നെ നിറയ്ക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നേക്കണേ. Maybe God brought you to fill you again. ഹല്ലേലൂയ. മാറ്റി മറിക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നേക്കണേ. God has brought to turn you upside down. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh, those who believe, lift your hands and praise God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ ആമേൻ. Amen. Amen. 4 സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചാൽ, If we read the 4 Gospels, ആമേൻ, ഒരൊറ്റ വാക്ക് മാത്രമേ സഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. only one word is mentioned about the church. അതിങ്ങനെയാണ്. ആമേൻ. മത്തായി സുവിശേഷം 16:18 ഞാൻ എൻ്റെ സഭയെ പണിയും. Matthew 16:18, I will build my church. Praise the Lord. Praise the Lord. വേറെ ഒരു വാക്കും 4 സുവിശേഷത്തിൽ സഭയെ കുറിച്ച് കർത്താവ് മിണ്ടിയിട്ടില്ല. In the 4 Gospels, Jesus does not say anything else about the church. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. അന്ന് കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. ആമേൻ. അന്ന് പറഞ്ഞ സഭയെ പണിയുമെന്ന, പണതു എന്നല്ല, ആമേൻ, പണിയാൻ പോകുന്നു, പണിയുമെന്ന. He was talking into the future. I will build my church, not that I have already built it. അന്ന് വരെ സഭയുടെ പണി കർത്താവ് തുടങ്ങിയിട്ടില്ല. Till then, the work of the church was not started. കർത്താവ് ലോകത്ത് ജീവിച്ച കാലത്ത് സഭയുടെ പണി തൊട്ടിട്ടില്ല. When Jesus was on the face of the earth, he never started the work of the church. എന്നാൽ പ്രാരംഭ കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചു. But he did all the preliminary things that is required. എപ്പോൾ പണിയുമെന്നും, When to build, എങ്ങനെ പണിയുമെന്നും, how to build, എന്ന് പണിയുമെന്നും when he will build. ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞില്ല. He did not say even one word. ഞാൻ സഭയെ പണിയും. I will build my church. ഹല്ലേലൂയ. Hallelujah. പിന്നെ നമ്മൾ അടുത്ത വാക്ക് കാണുന്നത്, Then the next word that we see, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യത്തിൽ, Acts 2 last verse, അവിടെ ഇങ്ങനെ പറയുകയാണ്, it says like this. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. The Lord added daily to those such as those who were saved, born again. ഒന്നാമത്തെ വാക്ക് സഭയെ പണിയുമെന്ന. Number 1 is that he will build his church. പിന്നെ കാണുന്ന വാക്ക് സഭയെ പണിതു, And then ആളുകളെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. the next thing that you see, he has already built it. He is adding people to the church. Glory. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വെച്ച് പണി തമ്പുരാൻ ആരംഭിച്ചു. If that is the case, in between he had already started the work of his church. ഹല്ലേലൂയ. Hallelujah. പണി ആരംഭിച്ചത് നമ്മൾ ഉച്ചയ്ക്ക് വാക്യം വായിച്ചതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ. Acts chapter 2 is what we read in the afternoon, that he started the work of the church. കാത്തിരുന്ന ഒരു 120 പേരെ നിറച്ചുകൊണ്ട്,
by filling 120 people who were waiting. ഉയരത്തിൽ നിന്നൊരു കാറ്റടിപ്പിച്ചുകൊണ്ട്, by bringing a wind from above, സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട്, by giving the Holy Spirit from heaven. ഹല്ലേലൂയ. Hallelujah. തമ്പുരാൻ തുടങ്ങി വെച്ച പണിയാ ദൈവസഭ. The church is something which God started. ഹല്ലേലൂയ. Hallelujah. ഇതൊരു മാനുഷിക കണ്ടുപിടുത്തമല്ല. This is not a human invention. ഇതൊരു man-made church അല്ല. Oh, this is not a man-made church. ഹല്ലേലൂയ. സ്വർഗ്ഗം തുടങ്ങി വെച്ചതാ. Hallelujah. Something started by heaven. സ്വർഗ്ഗം വളർത്തുന്നതാ. Something that is being grown by heaven. സ്വർഗ്ഗം നിർത്തുന്നതാ. Something that is kept by heaven. ഇന്നു രാത്രിയിൽ സ്വർഗ്ഗം നിർത്തിയതാണെന്ന്. Tonight that heaven kept you. സ്വർഗ്ഗം വളർത്തുന്നതാണെന്ന്. That God is building you. സ്വർഗ്ഗം തുടങ്ങിയതാണെന്ന്. That God started this. വിശ്വസിക്കുന്നവർ സ്തുതിക്കട്ടെ. Those who believe, lift your hands and praise വിശ്വസിക്കുന്നവർ God. ആരാധിക്കട്ടെ. Those who believe, worship the Lord. വിശ്വസിക്കുന്നവർ സന്തോഷിക്കട്ടെ. Those who believe, rejoice. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അവൻ തുടങ്ങി വെച്ച സഭയിലാ നമ്മെ ആക്കി വെച്ചത്. He has put us in the church which He started. Glory. ആമേൻ. സഭ തുടങ്ങിയത് ദൈവമാ. God started the church. നിന്നെ വിളിച്ചത് ദൈവമാ. God called you. നിന്നെ സഭയിലാക്കിയത് ദൈവമാ. God put you in the church. നിന്നെ നിർത്തിയത് ദൈവമാ. God kept you in the church. അവന്റെ സഭയിൽ നിൽക്കുവോ. Oh, to stand in His church. അവന്റെ വഴിയിൽ നിൽക്കുവോ. To stand in His way. അവന്റെ രാജ്യത്തിൽ നിൽക്കുവോ. To be in His kingdom. അവന്റെ നാമത്തിൽ നിൽക്കുവോ. To stand in His name. വിളിച്ച സഭയിലാ അമ്മയാക്കിയിരിക്കുന്നത്. We have been put in that church by His grace. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. Let's come back to the verse. Hallelujah. Hallelujah. ആമേൻ ആമേൻ. ആ വാക്യം എങ്ങനെയാണ്? This is the verse. യോഹന്നാൻ 4:50. John 4:50. He believed the word Jesus spoke. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. He believed the word Jesus spoke and that man went away. Praise the Lord. Praise the Lord. യോഹന്നാൻ സുവിശേഷം 4 John chapter 4 46 വാക്യം verse 46. Let us read now. So Jesus came again into Cana of Galilee, where He made the water wine. There was a certain nobleman whose son was sick at Capernaum. അവൻ പിന്നെയും വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ആദ്യം ഒന്ന് വന്നത് അവിടെ. First He had come to that place. അന്ന് വന്നപ്പോൾ ചെയ്തത് ദൈവമഹത്വം വെളിപ്പെടുത്തി പോയി. That day when He came, He manifested the glory of God. Amen. Amen. ഹല്ലേലൂയ. Hallelujah. ഒരു പ്രവൃത്തി അവൻ തുടങ്ങി വെച്ചിട്ട് അവിടുന്ന് പോയത്. He started a work and went from there. ഒരു പ്രവൃത്തി തുടങ്ങി കഴിഞ്ഞാൽ When you start a work, അതോടുകൂടെ എല്ലാം തീർക്കുകയല്ല. He does not stop everything, complete everything with that. Praise the Lord. Praise the Lord. ആദ്യം വന്നപ്പോൾ തുടങ്ങി വെച്ചത് മഹത്വം വെളിപ്പെടുത്തി പോയി. The first one He came, He manifested the glory. അവൻ പച്ചവെള്ളം വീഞ്ഞാക്കി പോയി. He made water into wine. Glory. എന്റെ ഒരു ഭാഷ പറഞ്ഞാൽ, In my language, രണ്ടാമത് വന്നപ്പോഴും the second time He came, ഒത്തിരി പേര് വെള്ളമായിട്ട് വന്ന് കാണും. many people must have come to Jesus with water. ആദ്യം വന്നപ്പോൾ യേശു Because വെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കി പോയതാ. the first time Jesus had wine into water into wine ministry. കുടിച്ചവരും Those who drank it, അത് കണ്ടവരും those who saw it, അവിടെ തന്നെ ഉണ്ട്. they are there. അവരെങ്ങും പോയിട്ടില്ല. They have not gone anywhere. രണ്ടാമത് യേശു വരുന്ന നോട്ടീസ് കിട്ടിയപ്പോഴേക്കും Then the second time when Jesus came, when the notice was given, മിക്കവാറും വാട്ടർ ടാങ്കുമായിട്ട് വളരെ many people came with a water tank. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ആദ്യം വന്നപ്പോ 6 കൽപ്പാസം നിറച്ച പോയത്. First He filled 6 water pots. Glory. രണ്ടാമത് വന്നപ്പോ മിക്കവാറും പേര് ഒരു വലിയ ടാങ്കുമായിട്ടാ വന്നേക്കണേ. Second time people came with tanker lorry. വീഞ്ഞു കുടിക്കാന്ന് ഓർത്താ They വന്നേക്കണേ. came to drink wine. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്നാൽ രണ്ടാമത് വന്നത് വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയല്ല. Second time He did not come to give wine. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു കാര്യം തമ്പുരാൻ തുടങ്ങി കഴിഞ്ഞാൽ If the Lord starts something, അതിൽ തന്നെ നിൽക്കുന്നവനല്ല. He is not somebody who stands. ഹല്ലേലൂയ. അവൻ Hallelujah. അടുത്ത കാര്യം ചെയ്യാനുണ്ട്. He is going to do the next thing. അവൻ അടുത്ത കാര്യം He പറയാനുണ്ട്. has to say the next thing. അടുത്തത് തുടങ്ങാൻ വേണ്ടി He wants to start another one. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഏലിയാവിന്റെ കാലത്ത് ഒരു വാക്യമുണ്ട്.
There is a verse concerning the time of ഏലിയാവ് Elijah. ആഹാബിന്റെ മുമ്പിൽ വന്ന് Elijah stood in front of ഒരു Ahab. പ്രഖ്യാപനം നടത്തുക. He says a declaration. ഞാൻ പറഞ്ഞിട്ടല്ലാതെ Unless I say, ഈ നാളുകളില് these days മഞ്ഞും മഴയും പെയ്യുകയില്ല. snow and rain will not അത് fall. പറഞ്ഞു. He said that. പിന്നെ ദൈവം പറഞ്ഞത്, And the Lord said, നീ ഒളിച്ചിരിക്കാൻ പോകും. now you go and hide somewhere. ഹല്ലേലൂയ. Hallelujah. നീ യോർദാന് കിഴക്കുള്ള East of Jordan, കെരുത്ത് തോട്ടിൽ ഒളിച്ചിരിക്കണം. go and hide in Kerith. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അവിടെ ദൈവം ഒരു കാര്യം പറയാം. God said something അവിടെ there. നിന്നെ പോറ്റി പുലർത്തുവാൻ In order to take care of you, ഒരു കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. I have commanded a crow, a raven. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഇത്ര ശക്തമായി ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ. Oh, a man of God who worked so powerfully. രാജാവിന്റെ മുമ്പിൽ വന്ന് ശുശ്രൂഷിച്ചയാള്. He went and ministered in front of the king of the land. ആമേൻ. ദൈവം പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചയാള്. He prophesied exactly as God told him. ആമേൻ. ദൈവം പറഞ്ഞത്, നീ നിന്റെ ശുശ്രൂഷ ഒളിച്ചിരിക്കാൻ വേണ്ടിയാ. God said, now you have to go and hide yourself. നിന്നെ പോറ്റി പുലർത്താൻ ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുക. I have commanded a raven to take care of you. ഏത് കാക്കയെന്ന് പറഞ്ഞിട്ടില്ല. Which raven he did not say. ആ ദേശത്ത് ഒത്തിരി കാക്കമാരുണ്ട്. Many crows in that ഇത് place. പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല. I don't know if they are different names. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. But he has commanded one crow. അത്രയും ദൂതയിലെ അവന് പിടികിട്ടി. Oh, he understood so much of that word. ഇത് ഏത് കാക്കയാന്നു, Which crow? എവിടുന്ന് വരുന്ന കാക്കയാന്നു, Where this crow is coming from? എപ്പ വരുന്നു, When he will come? ഒരു പിടുത്തമില്ല. Elijah does not know. Hallelujah. Hallelujah. ആമേൻ ആമേൻ. Amen, ഈ amen. കാക്കയ്ക്ക് നമ്മുടെ ഭാഷയൊന്നും അറിയത്തില്ല. The raven does not know our language. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. There are so many people there. ഇതിൽ ഏതാടാ ഏലിയാവ്, Which is Elijah? ഇതിൽ ഏതാ എലീശ, Which is Elisha? ഇതിൽ ഏതാ ആഹാബ്, Which is Ahab? ഇതിൽ ഏതാ ശിമയോൻ, Which is Simon? ഒന്നും കാക്കയ്ക്ക് അറിയത്തില്ല. The crow does not know. ഇഷ്ടം പോലെ ആണുങ്ങൾ അവിടെ ഉണ്ട്. A lot of men are there. Praise the Lord. Praise the Lord. ഏലിയാവ് ആരെന്ന് കാക്കയ്ക്ക് അറിയത്തില്ല. Elijah does not know who. Raven does not know Elijah. ഏത് കാക്കയാന്ന് ഏലിയാവിനും അറിയത്തില്ല. Elijah also does not know which raven. Praise the Lord. Praise the Lord. തമ്പുരാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. The Lord has said one thing. കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. I have commanded the raven. Hallelujah. Oh, glory. ആമേൻ ആമേൻ. Amen. ഈ കാക്ക എവിടുന്ന് പറഞ്ഞു എനിക്കറിയാൻ I don't know where the crow comes from. കാക്കയ്ക്ക് ആകപ്പാടെ കാക്കാന്ന് അവൻ അറിയത്തുള്ളൂ. All that the crow knows is to say ka ka. ആമേൻ. പിന്നെ കാക്കയ്ക്ക് വേറെ സ്വഭാവമുണ്ട്. The crow has another ഈ character. ഇറച്ചി കണ്ട വിടത്തില്ല. If he sees the meat, he will not let go. Be ആമേൻ. free. Hallelujah. അപ്പം കണ്ടാലും വിടത്തില്ല. If he sees the meat, he won't go away. ഇത് എവിടെന്ന് കിട്ടിയെന്ന് ഒരു പിടുത്തമില്ല. We don't know where he got it from. പക്ഷെ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ട്. He must have got it from somewhere. പലരും പറഞ്ഞ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറയുന്നത്. Many people say he got it from the palace of Ahab. We don't know. എന്താ എന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ, My way is this. ആമേ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് നിറച്ച അപ്പം കുറച്ചോട്ടെ ഉള്ളി വരും. He must have come with a plastic full of meat and beef. ഈ കാക്ക കൂയി വരുന്നത്. The crow is crowing and coming. എനിക്കൊണ്ട് മിക്കവാറും കാക്ക പ്രൈസിലോട് പറഞ്ഞായിരിക്കും വന്നത്. I think the crow would have said praise the Lord when he came. ഹല്ലേലൂയ. Hallelujah. പ്രൈസിലോട് എന്ന് പറഞ്ഞായിരിക്കും വന്നത്. He must have said praise the Lord, praise the Lord. ഈ പ്രൈസിലോട് കേട്ട പേര് അവന് പിടികിട്ടി. When Elijah heard to praise the Lord, he understood this was the right raven. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഈ പ്രൈസിലോട് കാക്കയെന്ന് കേട്ടപ്പോഴേ പിടി നമ്മുടെ കാക്കയാ വരുന്നത്. When Elijah heard to praise the Lord, he said that is our raven. ഏലിയാവും പറഞ്ഞു ഒരു പ്രൈസിലോട്. Elijah then said praise the Lord. രണ്ട് പ്രൈസിലോടും കേട്ടപ്പോൾ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. Both praise the Lord, people understood each other. Hallelujah. Hallelujah. കാക്ക ഇറങ്ങി വന്നു, അപ്പോ ഇറച്ചിയും കൊടുത്തു. The crow came and the meat was given. സുഭിക്ഷമായ പട്ടണം. And it's a beautiful meal. രാവിലെയും വൈകിട്ടും നല്ല ആഹാരം. Morning and evening, very good food. തോട്ടിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്. Plenty of water in the stream. ഈ ചില കാര്യങ്ങള് ഈ കുറെ സമയം തിന്നും കുടിച്ചു കഴിയുമ്പോൾ ആർക്കും ഒരു വെറുപ്പും മടിപ്പും തോന്നാൻ സാധ്യതയുണ്ട്. If you keep on eating and drinking for a period of time, you will feel bad about it. യഹൂദന്മാർക്ക് ദൈവം 40 വർഷം കൊടുത്ത ആഹാരം മന്നയാ. God gave only one food, manna, to the people of Israel. ഒരേ ആഹാരം എന്നും കിട്ടുമ്പോൾ ചിലപ്പോ ചില ബുദ്ധിമുട്ടൊക്കെ When you get the same food every day, you feel a little. അങ്ങനെ ഈ മന്ന തിന്നപ്പോ ചില അച്ഛന്മാർ ഒരു ഗ്രൂപ്പ് കൂടി. So when they started to have a manna, some achayans came together. ഈ മന്ന തിന്നതൊന്നും അടുത്തു. They said, we are fed up of manna. ഇത്തിരി നോൺ വെജ് കിട്ടാൻ മാർഗമല്ലോ. Is there some way we can get some non-veg? Praise the Lord. Praise the Lord. അതും തമ്പുരാൻ കേട്ടു. The Lord heard that. അതും തമ്പുരാൻ അറിഞ്ഞു. Oh, the Lord heard that. Hallelujah. Hallelujah. ഒരു കിഴക്കൻ കാറ്റ്. An eastern wind. ഒരൊറ്റ
ഒരൊറ്റ കാറ്റ്, one wind, ആയിരക്കണക്കിന് കാടപ്പക്ഷി ഇറങ്ങിയേക്കുക. thousands of locusts നിനക്ക് have come. നോൺ വെജ് വേണമെങ്കിൽ നോൺ വെജ്, If you want non-veg, take non-veg. വെജ് വേണമെങ്കിൽ വെജ്. If you want veg, take veg. Hallelujah. ആവശ്യം അനുസരിച്ച സപ്ലൈ. According to the need is the supply. Hallelujah. 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 ഒരു കൊച്ചിന് കിട്ടുന്ന ആഹാരം മുതിർന്നവർ വീട്ടിൽ കാര്യമില്ല. Oh, a little child must get what the old people don't get. Praise the Lord. Oh, praise the Lord. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന്റെ ആഹാരം The വേണം. children must get children's food. മുതിർന്നവർക്ക് മുതിർന്നവന്റെ ആഹാരം Elderly വേണം. people must get elderly people's food. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. In our land there is a saying. മലയാളം ലാംഗ്വേജ് ഒരിക്കലും ശുശ്രൂഷയില്ലാന്ന് ശ്രമിക്കണേ. Please bear with me, I'll be speaking this Malayalam. Praise the Lord. Praise the Lord. ഈ നമ്മുടെ നാട്ടിലെ ചൊല്ലുണ്ട്, കരയുന്ന കുഞ്ഞുങ്ങൾക്ക് Hallelujah. പാലുള്ളൂ. Only a crying baby gets milk. That is what they say, not only in Kerala, everywhere. കുഞ്ഞ് കരഞ്ഞാൽ അമ്മ പാല് കൊടുക്കും. If the baby is crying, the mother will give milk. കുഞ്ഞ് പാല് കുടിക്കുകയും ചെയ്യും. And the baby will drink milk. അത് കുഞ്ഞിന് വേണം താനും. And the baby needs that milk. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിൽ പോലെ But just like the child's cry, കുഞ്ഞിന്റെ അപ്പനിരുന്ന് കരഞ്ഞാൽ if the father starts crying, ഒരു തുള്ളി പാൽ കിട്ടത്തില്ല. or even a single drop of milk will he get. വെറുതെ കരയാന്നേ ഉള്ളൂ. The daddy will simply be ഒരു crying. തുള്ളി പാല് കൂടെ ഇല്ല. The daddy will not get even a cup of tea. പാല് കൊച്ചിനുള്ളതാ. The milk is for the baby. അവൻ കരഞ്ഞ പാല് കൊടുക്കും. Oh, if the baby cries, the milk will come. പാലിന് വേണ്ടി കരയരുത്. Don't cry for the milk. കട്ടിയ ആഹാരത്തോണ്ട് കരയ. Ask for solid beef. നിനക്ക് പാലല്ല വേണ്ടത്. You don't need milk. നിനക്ക് കട്ടിയുള്ള ആഹാരം വേണ്ടത്. What you want is strong meat. Hallelujah. Hallelujah. 26ാമത്തെ രാത്രി പാലല്ല വേണ്ടത്, കട്ടിയുള്ള ആഹാരമാണ് On the വേണ്ടത്. 26th night, don't wait for milk. Ask God for strong meat. Praise the Lord. Oh, praise the Lord. ഞാൻ ഒരിക്കലും 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുക. Once I was doing a 40-day fasting prayer. നമ്മൾ 40 ഇരിക്കുമ്പോൾ നമ്മൾ പെൻസിൽ പോലെയാവും. When we take a 40-day fast, we'll become ഒന്നും like pencil. കഴിക്കാറായിരിക്കുന്നത്. We are not eating anything. Hallelujah. Hallelujah. ഒരു ദിവസം 40 ഇരിക്കുക. One day I was sitting 40 days. 39ാം ദിവസം പ്രാർത്ഥനയില് On the 39th day prayer, ഒത്തിരി പേര് വന്നു. many people came. ചിലർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു. Some people were asked to pray. ഒരു സഹോദരി ഇത് ഭയങ്കര പ്രാർത്ഥന. One sister came and prayed a big prayer. നിർത്തുന്നില്ല. She's not stopping. ഹല്ലേലൂയ. ചിലർക്ക് തുടങ്ങിയപ്പോൾ നിർത്താൻ അറിയത്തില്ല. Some people don't know how to stop when they start. എങ്ങോട്ടാ പോകണം അവർക്കും പിടുത്തം. They have no idea where they're going in prayer. ആമേൻ. Hallelujah. ആമേൻ. ഭയങ്കര പ്രാർത്ഥനയാ. Big prayer. കർത്താവേ, ഞങ്ങളുടെ കുറവുകളൊക്കെ വെളിപ്പെടുത്തണമേ. Lord, please reveal all our ഞങ്ങളുടെ shortcomings. കുറ്റമൊക്കെ Lord, വെളിപ്പെടുത്തണമേ. reveal all our drawbacks. ഇത് തന്നെ പ്രാർത്ഥിക്കുന്നത്. This lady kept on praying like this. ഞാൻ ചിന്തിച്ചു, I thought like this. ഇത് ഉപവാസ പ്രാർത്ഥനയാ. This is a fasting prayer. ഇന്നലെ ആരംഭിച്ചല്ല. It did not start yesterday. 39ാം ദിവസമായി. On the 39th day. Praise the Lord. Oh, yes. ഈ 39 ദിവസമായിട്ടും After 39 ആമേ days, ഒന്ന് കുറവ് കണ്ടുപിടിക്കാതെ, without knowing their drawback, കുറ്റം കണ്ടുപിടിക്കാതെ, without drawing their faults, തെറ്റ് മനസ്സിലാക്കാതെ without understanding the നീ ഇവിടെ drawback, ഇരുന്നാൽ if you sit there, ഈ പ്രാർത്ഥന 40 അല്ല 400 ദിവസമാണെങ്കിലും even after 400 days of fasting, നിന്റെ അവസ്ഥക്ക് ഒരു മാറ്റം വരും. there will be no change in your life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേ. അതുകൊണ്ട് നമ്മൾ കുറ്റമൊക്കെ പണ്ടേ കണ്ടുപിടിച്ചോളാം. So we must be in the presence of God and find out ഈ drawback. പാലിന് വേണ്ടി കാത്തിരിക്കരുത്. Don't wait for this milk. ക്രമീകരണമൊക്കെ വീട്ടിൽ വെച്ച് നടത്തിക്കൊള്ളാം. Do all the things you need to do at home. ആലയത്തിലേക്ക് വരുമ്പോൾ When you come into the church of the living ആത്മാവിൽ God, നിറയാൻ മന്നം, you should be filled with the Holy Ghost. വചനത്തിൽ നിറയാൻ മന്നം, You should be filled with the word. അഭിഷേകത്തിൽ നിറയാൻ മന്നം, Filled with the anointing. ശക്തിപ്പെടാൻ മന്നം. You must come to be strong. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Oh. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ. ആമേൻ. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. Again he came to Galilee, Cana, where he made water into wine. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. Next verse. 4:46 വാക്യം. John 47 വാക്യം. 4:46. John 4:46. അന്ന് മകൻ രോഗിയായിരുന്ന 46 വാക്യം. Verse 46. നോർക്കെ വായിച്ചാട്ടെ. And there was a certain nobleman whose son was sick at Capernaum. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർന്നഹൂമിൽ There ഉണ്ടായിരുന്നു. was a certain nobleman whose son was sick at Capernaum. ഹല്ലേലൂയ. Hallelujah. അപ്പൻ കൊട്ടാരത്തിൽ ഇരിക്കുക. The father is in the palace. അപ്പൻ കസേരയിൽ ഇരിക്കുക. The father is got a seat. അപ്പൻ ഒരു മാനനാ. Oh, the man is a nobleman. പക്ഷെ മോൻ രോഗിയാ. But the son is sick. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പൻ
അപ്പന്റെ പേരും പെരുമയും ഒക്കെ ശരിയാ, The father's പക്ഷെ മോൻ ഇവിടെ രോഗിയായി കിടക്കുക. The father is okay, but the son is sick. ഹല്ലേലൂയ. Hallelujah. അവൻ ഒരു വാർത്ത കേൾക്കുകയാ. He heard a news. യേശു വരുന്നു എന്നൊരു വാർത്തയാ He കേട്ടു. heard a news that Jesus is coming. ഹല്ലേലൂയ. Hallelujah. അവൻ കഫർനഹൂമിൽ നിന്ന് അവൻ ഗലീലയിൽ വന്നു. Oh, he came from Capernaum to Galilee. അവനൊരു ആഗ്രഹമുണ്ട്. He had a desire. ഹല്ലേലൂയ. Hallelujah. എന്റെ മകൻ എനിക്ക് നഷ്ടമാകരുത്. My son must not be lost. എന്റെ ഭവനത്തിൽ ഒരു വിലാപം ഉണ്ടാകരുത്. Oh, there must be no problem in my house. എന്റെ ഭവനം ഒരു വിലാപ ഭവനമാകാതിരിക്കണമെങ്കിൽ ഞാൻ എന്റെ കാസേരയിൽ ഇറങ്ങി എന്റെ യേശുവിന്റെ മുമ്പിൽ പോയേ പറ്റൂ. If there has to be a deliverance in my home, I have to come out of my chair and go before Jesus. Praise the Lord. Praise the Lord. Hallelujah. 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 മക്കൾക്ക് വേണ്ടി കസേര മാറ്റി വെച്ച ഒരു അപ്പൻ. A father who threw away his position for his son. മക്കൾക്ക് വേണ്ടി തന്റെ മഹിമ മാറ്റി വെച്ച ഒരു അപ്പൻ. A father who gave away his glory for the son. ദർശനം പ്രാപിച്ച ഒരു അപ്പൻ ആ കസേരക്കകത്തിരുന്നു. Oh, a father who had received a revelation. എന്റെ മകൻ നഷ്ടമാകാൻ പാടില്ല. My son must not be lost. എന്റെ ഭവനത്തിൽ ഒരു അനർത്ഥം വരാൻ പാടില്ല. There must be no problem in my home. എന്റെ ഭവനത്തിൽ അനർത്ഥം വന്നെങ്കിൽ അതിന് പരിഹാരം ഞാൻ കണ്ടെത്തും. If there is a problem in my family, I'll find a solution. എന്തു വില കൊടുത്തു എന്റേത് ഞാൻ തിരിച്ചു പിടിക്കും. Whatever happens, I will take back what is mine. എന്ത് ത്യാഗം സഹിച്ചു എന്റെ പൈതലിനെ ഞാൻ തിരിച്ചെടുക്കും. Whatever happens, I'll take my son back. അവൻ രോഗിയായി കിടക്കേണ്ടവനല്ല. He is not somebody who should be sick. അവൻ മരിച്ചു മാറ്റപ്പെടേണ്ടവനല്ല. He is not somebody who should be dead. Glory. എന്റെ കണ്ണടയും മുമ്പ് എന്റെ മകൻ നഷ്ടമാകാൻ പാടില്ല. Before I die, my child should not be lost. എനിക്ക് പകരം നിൽക്കേണ്ടവൻ ഹല്ലേലൂയ അവൻ എനിക്ക് നഷ്ടമാകാൻ പാടില്ല. Oh, the one after me should not be lost. അവൻ സഭയ്ക്ക് നഷ്ടമാകാൻ He പാടില്ല. should not be lost for the church. അത് വീടിന് നഷ്ടമാകാൻ He പാടില്ല. must not be lost for the house. അതിനു വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടും. That is why I am coming down to meet Jesus. ഒരപ്പന്റെ ഉള്ളിലെ ആഗ്രഹമാണ്. Oh, the desire of a father's heart. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ മക്കൾക്ക് വേണ്ടി അമ്മമാര് മാത്രം കരഞ്ഞ പോരാ, അപ്പന്മാരും കരയണം. The fathers also must pray for the children, not only mothers. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പല അപ്പന്മാരുടെയും കാഴ്ചപ്പാട് തിരിച്ചാ. Many fathers have a different perspective. ആമ കൊച്ചിനെ പ്രസവിച്ച അമ്മയാ. The mother gave birth. അവൾ നോക്കട്ടെ. Let her take care of the children. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമ കൊച്ചിന് വേണ്ടി അമ്മ മാത്രം കരഞ്ഞ പോരാ, അപ്പനും അമ്മയും കരയണം. The father and the mother should pray, cry and pray for the children. ഹല്ലേലൂയ. Hallelujah. അപ്പനും അമ്മയും ഒരുമിച്ച് നിന്നാൽ മക്കൾ ഒരുമിച്ചിരിക്കും. The father and mother are one, the children will be together. അപ്പനും അമ്മയും നേരെ എന്നാൽ മക്കളും നേരേക്കും. If the father and mother are straight, the children will be straight. അപ്പനും അമ്മയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ മക്കളും അങ്ങനെ തന്നെ Oh, സംഭവിക്കും. glory. If the father and mother respect God, the children will be like that. നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളും കേൾക്കുന്നത്. What we say, the children hear. നമ്മൾ പ്രവർത്തിക്കുന്ന അവരും കാണണം. What we work, the children see. നമ്മൾ ചെയ്യുന്നത് അവരും ചെയ്യാൻ തുടങ്ങുന്നത്. They will begin to do what we did. ഹല്ലേലൂയ. Hallelujah. അമ്മ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്ഥാനപ്പെട്ടിട്ടില്ല. Both my children are not baptized, പക്ഷെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കർത്തൃമേശ എടുത്തു. but they both are part of the Lord's table. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്റെ മോൻ എനിക്ക് പാസ്റ്ററാവും. My son will become a pastor. എന്റെ മോള് വിശ്വാസിയാവും. My daughter will become a believer. പ്രൈസ് ദി ലോർഡ്. അവർ കളിക്കുന്ന. They are playing. ഹല്ലേലൂയ. Hallelujah. കാരണം നമ്മൾ ചെയ്യുന്നവർ കാണുന്ന. നമ്മൾ ചെയ്യുന്നവർ കാണുന്ന. They are seeing what we do. ആമേ മോനും മോളും കൂടി ഇടയ്ക്ക് കർത്തൃമേശ എടുത്തു. Once in a while, my daughter and son, they play the Lord's table. എന്റെ മോക്ക് കൊണ്ട് കൊടുക്കും. Hey, my son acts as the pastor and gives to the daughter. അവള് മേടിച്ച് കഴിക്കും. She will take it and eat എന്റെ it. കൊച്ചൻ വെള്ളം വാർച്ചു കൊടുക്കും. Then he'll give water എന്റെ കൊച്ചെടുത്ത് കുടിക്കും. and she will drink. സ്തോത്രവാചിക്ക് പത്രം കൊണ്ട് ചെല്ലും. Then he will take the offertory box. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇതൊക്കെ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാണുന്നു പഠിച്ചതാ. They learn from what we are doing. ഹല്ലേലൂയ. Hallelujah. ആമേൻ. നമ്മൾ കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. What our children cannot do, what they don't see in us. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവിക കാര്യം കണ്ടാൽ ദൈവിക കാര്യം ചെയ്യും. If our children see godly things, they will do godly things. ദൈവിക കാര്യം കേട്ടാൽ ദൈവിക കാര്യം അറിയും. If they hear godly things, they will understand godly things. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുപോകണം. Oh, how to bring the children. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 Hallelujah. ഹല്ലേലൂയ. Oh.
അവൻ നമ്മൾ കള്ളം പറഞ്ഞാൽ അവരും കള്ളം പറയും. If you tell a lie, your children will tell a lie. നമ്മൾ കള്ളത്തരം കാണിച്ചാൽ അവരും കള്ളത്തരം കാണിക്കും. If you do falsehood, they will do the same thing. നമ്മൾ തെറ്റിയാൽ അവരും തെറ്റും. If you go astray, they will also go astray. മുമ്പിൽ നിൽക്കുന്നവൻ തെറ്റിയാൽ പുറകിൽ നിൽക്കുന്നവരും തെറ്റും. If the one in front goes astray, the ones behind will also go astray. മുമ്പിൽ നിൽക്കുന്നവർ പ്രയോജനപ്പെട്ടാൽ അവരും പ്രയോജനപ്പെടും. If the one in front becomes fruitful, the ones behind also will become fruitful. അപ്പന്മാരും പ്രയോജനപ്പെടും. The fathers also will be fruitful. അമ്മമാരും The പ്രയോജനപ്പെടും. mothers will be fruitful. തലമുറകളും പ്രയോജനപ്പെടും. Oh, the children will be blessed. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. കള്ളം പറഞ്ഞാൽ അവരും പറയും. You tell lies, they will also tell lies. Praise the Lord. Hallelujah. ഞാനൊരു കാര്യം പറയട്ടെ. I'll tell you one thing. എല്ലാ സത്യങ്ങളും എല്ലായിടത്തും പറയാൻ പാടില്ല. We should not tell all the truths everywhere. കാര്യം സത്യമായിരിക്കും. It may be true. ഹല്ലേലൂയ. Hallelujah. പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലായിടത്തും പറഞ്ഞാൽ അബദ്ധം പറ്റും. If you openly tell all the truths everywhere, there can be problems. മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം. We must cover up what must be covered up. വെളിപ്പെടുത്തേണ്ടത് വെളിപ്പെടുത്തണം. What must be revealed must be revealed. പക്ഷെ പറയുന്ന കാര്യം സത്യമായിരിക്കണം. But what you say must be true. ഹല്ലേലൂയ. Hallelujah. ദൈവം ഒരിക്കൽ ശൗലിനെ തള്ളി മാറ്റി. Once God rejected Saul. ഈശായുടെ കുടുംബത്തിൽ ഒന്നിനെ കണ്ടെത്തി. God raised up one in the tribe of Jesse. ഒരു തെരഞ്ഞെടുപ്പ് തമ്പുരാൻ നടത്തി. The Lord did a searching selection. അത് ശമൂവേൽ അറിഞ്ഞില്ല. Samuel did not know. അവനോട് പറഞ്ഞു. He did not tell him also. സമയമായപ്പോ പറഞ്ഞു, When it was time, ഞാൻ ശൗലിനെ മാറ്റിയിരിക്കുക. I have removed Saul. ഈശായുടെ ഭവനത്തിൽ ഒന്നിനെ നിയമിച്ചിരിക്കുക. And I have caught one from the house of Jesse. നീ കൊമ്പിൽ തൈലമാട്ട് പോണം. Oh, take the oil in the horn. നീ ഈശായുടെ വീട്ടിൽ പോണം. Go to the house of Jesse. നീ അവനെ അഭിഷേകം ചെയ്യണം. Anoint him. ശമൂവേൽ പേടിച്ചു പോയി. Samuel got scared. ഒരിക്കൽ ശമൂവേൽ സൗലിനെ അഭിഷേകം ചെയ്ത. One Samuel had anointed Saul. അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിലും കസേര പോയിട്ടില്ല. You know, even if the anointing is lost, he did not lose his position. അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിലും രാജ്യസ്ഥാനം പോയിട്ടില്ല. The position has not gone, even if the anointing has gone. ശമൂവേൽ പറയും, ദൈവമേ, Samuel said, God, ഞാൻ അഭിഷേകം ചെയ്യാൻ ഇപ്പോൾ പോയാൽ സൗൽ അറിയും. if I go to anoint another person, Saul will know. എന്റെ കഴുത്ത് വെട്ടി മാറ്റും. He will destroy me, kill me. എന്റെ ജീവിതം തീരും. My life will be finished. Praise the Lord. Praise the Lord. തമ്പുരാൻ വിധി പറഞ്ഞു കൊടുത്തു. The Lord said something. നീ അഭിഷേകം ചെയ്യാൻ പൊക്കോ. Go to anoint. പക്ഷേ But നീ പോകേണ്ടത് യാഗം കഴിക്കാൻ വേണ്ടിയാ. But go to sacrifice. ഹല്ലേലൂയ. Hallelujah. രണ്ട് പശുക്കുട്ടിയും കൊണ്ടുപോക്കോ. Take 2 calves. ഈശോയുടെ വീട്ടിൽ പോക്കോ. Or go to the house നീ of Jesse. പോകുന്നത് യാഗം കഴിക്കാൻ You പോക്കോ. are going for sacrifice. ഹല്ലേലൂയ. Hallelujah. ശമൂവേൽ പോയത് എന്തിനു വേണ്ടിയാ? Why did Samuel go? എന്തിനു വേണ്ടിയാ പുള്ളി പോയത്? Why did he go? പോയത് അഭിഷേകം ചെയ്യാൻ. He went to anoint. പക്ഷെ പറയുന്നത് എന്താ? But what does he say? യാഗം കഴിക്കാൻ വേണ്ടി. To sacrifice. ശമൂവേൽ പുരോഹിതനാ. Samuel is a യാഗം priest. കഴിക്കാൻ അധികാരമുണ്ട്. He has the right to sacrifice. പശുക്കട്ടിയും കൂടെയുണ്ട്. He has 2 calves with him. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ദൈവം വിട്ടേക്കണത് യാഗം കഴിക്കാൻ വേണ്ടിയല്ല, ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ വേണ്ടിയാ. But God sent not for sacrifice, but to anoint somebody. അത് നീ പറയണ്ട. Don't say it. നീ പറയുന്നത് യാഗം കഴിക്കാൻ പറഞ്ഞാൽ But മതി. when you say it's for sacrifice. ഹല്ലേലൂയ. Hallelujah. പാമേ മനുഷ്യന്റെ മുമ്പിൽ യാഗം കഴിക്കാനാ പോയത്. In front of man, he went to അങ്ങനെ sacrifice. സംഭവിച്ചത്. That is what happened. പക്ഷെ ദൈവം വിട്ടേക്കണ യാഗം കഴിക്കാൻ But വേണ്ടിയല്ല. the Lord sent not to ദൈവം sacrifice, കണ്ടതിനെ വേർതിരിക്കാൻ but to വേണ്ടിയാ. separate what God had seen. ദൈവം നിയമിച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. To appoint, to bring out what God had appointed. ദൈവം നിയമിച്ചതിന്റെ മേൽ തൈലക്കൊമ്പിൽ നിന്ന് തൈലം ഒഴിച്ച് അഭിഷേകം To ചെയ്യാൻ pour വേണ്ടിയാ. out an anointing on the one God had seen. ഇന്നു രാത്രി ചിലതിനെ കർത്താവ് നിയമിച്ചത് പുറത്തു വരട്ടെ. Tonight let some people come out in the anointing. കർത്താവ് വിളിച്ചത് പുറത്തു വരട്ടെ. Let some people come out. കർത്താവ് കണ്ടത് പുറത്തു വരട്ടെ. God has seen, let it come out. കർത്താവ് നിയമിച്ചത് പ്രയോജനപ്പെടട്ടെ. God has ordained, let it come out. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഒറ്റ വെടിക്ക് 2 പക്ഷി. In Malayalam you say, one shot, 2 birds are shot. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവ പറഞ്ഞ കാര്യം സത്യം. What he said is true. പക്ഷെ എല്ലാ സത്യവും But പറയരുത്. all truths must not be told. ഹല്ലേലൂയ. Hallelujah. ചില സത്യങ്ങൾ പറഞ്ഞത് കൊണ്ട് Because of some truths, പലരും കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. many people have got into trouble. ആമേൻ. Hallelujah. മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം. What must be revealed must be revealed. ഹല്ലേലൂയ. Hallelujah. മക്കളുടെ മുമ്പിൽ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കണം. What you need to hide before children must be hidden before children. പറയുന്ന കാര്യം സത്യമായിരിക്കണം. But what you tell must be the truth. ചെയ്യുന്ന കാര്യം കൃത്യമായിരിക്കണം. What you do in front of your children must be perfect. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ മാതൃകയാകട്ടെ. We must be good examples for our children. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവൻ ആമേൻ വെള്ളം വീഞ്ഞാക്കിയ യേശു യഹൂദ്യ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു.
അവന്റെ അടുക്കൽ ചെന്നു തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിച്ചു. He said that he would come down and heal his son, for he was at the point of death. Praise the Lord. Praise the Lord. ഇപ്പോൾ അവൻ വന്നേക്കണേ യഥാർത്ഥ സ്ഥലത്താ, യഥാർത്ഥ സമയത്താ. Now he has come at the right place at the right time. Praise the Lord. Praise the Lord. Hallelujah. കസേര ഒന്ന് മാറ്റി വെച്ചു. He came out of the chair. ആമേൻ. പദവി ഒന്ന് മാറ്റി വെച്ചു. He came out all of these things. കൊച്ചിന് വേണ്ടി ഇറങ്ങി For വന്നിരിക്കുക. his own son he has come down. ആമേൻ. യജമാനന്റെ മുമ്പിൽ വന്നിരിക്കുക. He has come in front of the അവന്റെ master. ലക്ഷ്യം മകൻ നഷ്ടമാകരുത്. His aim is that his son should not be lost. അവൻ തന്റെ കാര്യം യേശുവിനോട് പറഞ്ഞു. He told his desire to the master. അടുത്ത വാക്യം വായിച്ചോട്ടെ. Next verse. Then said Jesus unto him, except you see signs and wonders, you will not believe. യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഒന്നാമത്തെ അറ്റംപ്റ്റിൽ ഒരു പ്രതികൂലമാണ് വന്നത്. In the first attempt of this man, there was an opposition. യേശു ഒരു കാര്യം പറഞ്ഞു. എങ്ങനെയാണ്? Jesus said something like ഈ this. ഗലീലയും കഫർനഹൂമും ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളായി. Galilee and Capernaum are nearby places. Praise the Lord. Praise the Lord. ഈ ഗലീലക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. The people in Galilee have a particularity. അവർ വിശ്വസിക്കും, They will believe അവർ അംഗീകരിക്കും, and they will agree. പക്ഷെ ചുമ്മാ വിശ്വസിക്കത്തില്ല. They will not believe just like ചുമ്മാ that. അംഗീകരിക്കത്തില്ല. Just like that. ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ, If they have to believe, ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ, if they have to agree, അവർക്ക് അടയാളങ്ങൾ കാണണം. they must see signs. അത്ഭുതങ്ങൾ കാണണം. They must see miracles. അത്ഭുതം അടയാളം കാണാതെ അവർ വിശ്വസിക്കത്തില്ല. They will not believe without signs and wonders. Praise the Lord. Praise the Lord. അവർ അങ്ങനത്തെ ഒരു ടീമാണ്. There are people like that. Hallelujah. Hallelujah. ഇനി പീലിപ്പോസ് എന്ന് പറഞ്ഞ വേറൊരു കക്ഷിയുണ്ട്. There's another guy called Philip. ഈ കക്ഷി അടയാളമൊന്നുമല്ല വേണ്ട. He doesn't want any sign. കർത്താവ് ഇറങ്ങി വരണം. He wants the Lord to come down. ആമേൻ. Amen. ഒന്ന് ടെസ്റ്റ് ചെയ്യണം. He wants to test. ഡോക്ടറാണോ? Is he a doctor? Praise the Lord. Hallelujah. അവൻ ടെസ്റ്റ് ചെയ്തെങ്കിലും വിശ്വസിക്കത്തുള്ളൂ. He will believe only if he tests. Hallelujah. Hallelujah. ഇനി സമരിയിൽ വേറെ ഗ്രൂപ്പിലുണ്ട്. Another group of people in Samaria. ഈ സമരിയക്കാർക്ക് അടയാളം ഒന്നും വിഷയമല്ല. They don't care for signs and wonders. അവർക്ക് അത്ഭുതം വിഷയമല്ല. They don't want miracles also. അവർക്കൊരു വിഷയമുണ്ട്. They have a need. അവർക്ക് ഇച്ചിരി ദൂതും, They need a little bit of message. ഇച്ചിരി പ്രവചനവും, They need a little bit of prophecy. ഇച്ചിരി ആരാധനയും. They want a little worship. ഓക്കെ, അവർക്ക് വേണ്ടത്. They want all these things. ഇല്ലെങ്കിൽ അവരങ്ങും വിശ്വസിക്കത്തില്ല. If not, they will not അവർ believe. സഭയിലും വരത്തില്ല. They will not come to church. Hallelujah. Hallelujah. യേശു സമറിയയിൽ പോയി. Jesus went to Samaria. പല കാര്യവും പറഞ്ഞു. He said many ഈ things. പെണ്ണുങ്ങൾ അടുക്കുന്നില്ല. These people are not coming. അടുക്കുന്നില്ല. They're not coming. ഒടുവിൽ യേശു ഒരു കാര്യം പറഞ്ഞു. Finally, Jesus one thing. 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു. You had 5 husbands. ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. And the one who is your husband is not your husband. Praise the Lord. Praise the Lord. ആമേൻ. Hallelujah. എനിക്കൊണ്ട് പഴയ ഒരു അമേരിക്ക ഒന്നും ശമരിയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ പറയുന്നില്ല. ആമേൻ. ആമേൻ. സ്തോത്രം. God bless America. Hallelujah. Hallelujah. ആമേൻ. സമരക്കാരുടെ പ്രത്യേകത, ഇവളുടെ ജീവിതത്തിൽ 5 ഡൈവേഴ്സ് മാറി മാറി നടന്നു. This woman had 5 divorces, one after the other. ഇപ്പോഴുള്ളവൻ പാർട്ട്ണറാ. And the one right now is somebody living together. Hallelujah. Hallelujah. ഈ 5 മാറി മാറി നടത്തി പരാജയപ്പെട്ടപ്പോൾ ഇപ്പൊ പുതിയ കണ്ടുപിടുത്ത. After 5 divorces, a new invention. ഇപ്പോൾ പാർട്ട്ണർഷിപ്പാ. Now it's partnership, living together. പറഞ്ഞപ്പോൾ കത്താൻ തുടങ്ങി. As soon as the Lord revealed it, her inner man began to burn. അത് കേട്ടപ്പോൾ ഓടാൻ തീരുമാനിച്ചു. Oh, immediately she began to run. അത് പറഞ്ഞപ്പോൾ അവൾക്ക് മാറ്റം വന്നു. It was at that time that her change began to come. അപ്പോൾ സമരക്കാർക്ക് വിശ്വാസം വന്നെങ്കിൽ ഈ ചില ദൂതൊക്കെ ആവശ്യം. So if the Samaritans have to change, these kind of these kind of things are needed. Glory. Hallelujah. Glory. ഇനി എഫെസോസിൽ 12 പേര് ഇരിപ്പുണ്ട്. എല്ലാവരും പേടിച്ചു. There are 12 people in Ephesus. Amen. Amen. ഈ പറഞ്ഞ 12 കുറയുന്നില്ല, കൂടുന്നില്ല. These 12 are not increasing or decreasing. Amen. Amen. ഇവർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്ന് കേട്ടിട്ട് പോലുമില്ല. They have not even heard about the Holy Spirit. വിശ്വാസമൊക്കെ ഉണ്ട്. They have faith. ദൈവത്തെ വിശ്വസിക്കുന്നു. They believe in God. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഊരിപ്പെടുത്തു. They don't know anything about the Holy Spirit. Amen. Amen. ഇനി ബെരോവിൽ ഒരു ടീം ഇരിപ്പുണ്ട്. There's another group of people in Berea. അത്ഭുതം വിഷയമല്ല. For them, miracle is not a problem. അടയാളം വിഷയമല്ല. A wonder, sign is not a problem. They don't care for prophecy. ആരാധന വിഷയമല്ല. They don't care for worship. അവർക്ക് വചനം മതി. Is the word correct? Hallelujah. Hallelujah. ഈ വചനം കേട്ട് കഴിഞ്ഞാൽ, after listening to the word of God, അത് അങ്ങനെ തന്നെയോ എന്ന് they want to know if it is exactly like that. തിരുവെഴുത്തുകളെ
ദിനംപ്രതി പരിശോധിക്കും. Every day they want to examine. എന്നിട്ടേ വിശ്വസിക്കത്തുള്ളൂ. Then only they will believe. ആമേൻ. Amen. എന്ന് പറഞ്ഞാൽ പൗലോസ് ഇറങ്ങി പ്രസംഗിച്ചപ്പോൾ ചെയ്ത കാര്യം പറയണേ. That means I'm telling, when Paul preached, they were like that. പ്രസംഗിക്കുന്ന പൗലോസ് ആണെങ്കിലും, Even if Paul is preaching, യേശു ആണെങ്കിലും, even if it is Jesus, മോശയാണെങ്കിലും, even if it is Moses, പത്രോസ് ആണെങ്കിലും, even if it is Peter, അവരൊന്ന് പരിശോധിക്കും. they have to test the word. എന്നിട്ട് അവർ വിശ്വസിക്കും. Then only they will believe. ഹല്ലേലൂയ. Hallelujah. തമ്പുരാൻ എല്ലാത്തിനെയും വേണം. The Lord wants all the categories. ശമര്യക്കാരെയും വേണം. He wants a Samaritan. He എഫെസോസുകാരെയും wants വേണം. a Ephesian. He ബെരോവക്കാരെയും wants a വേണം. Berean. അവന് ഗലീലക്കാരെയും And he വേണം. wants a Galilean. അവരെല്ലാത്തിനെയും വേണം. He wants everybody. നമ്മളെ വേണം. He wants us also. Praise the Lord. Hallelujah. ഹല്ലേലൂയ. Oh. ഹല്ലേലൂയ. Hallelujah. ആമേൻ ആമേൻ സ്തോത്രം. Otram. ഹല്ലേലൂയ. Hallelujah. ഈ തമ്പുരാൻ നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ When the Lord changes our situation, നമ്മൾ പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കണം. we must remember all the old things. ആമേൻ. Amen. ഈ ദാവീദ് ഒരിക്കൽ ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. One day David is telling a testimony. അന്ന് അദ്ദേഹം രാജാവല്ല, Then he was not a king. നേതാവല്ല, He was not a leader. പണി കാട്ടില്ല. He was in the forest. ആമേ കിടപ്പ് ആടിന്റെ കൂടെയാ. And he was with the sheep. ഈ ആടിന്റെ കൂടെ കിടക്കുന്ന ഒരു കാലം There ഉണ്ടായിരുന്നു. is a time when he was with the sheep. അപ്പൊ ഈ രാജാവായ സൗലിന്റെ മുമ്പിൽ ചെന്നപ്പോൾ ഒരു കാര്യം പറയുക. He is telling in front of King അന്ന് Saul. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ സാക്ഷ്യം കേൾക്കുന്നത്. The first time he is hearing the testimony of a man. ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുക. Goliath is standing there. ദൈവമക്കൾ മൊത്തം വിറച്ചു നിൽക്കുക. All the children of God are ഒരു trembling. ദേശം മുഴുവനും പേടിച്ചിരിക്കുക. The whole land is under threat. അപ്പോൾ ദാവീദ് പറഞ്ഞ സാക്ഷ്യം ഇതാ. This is what David says. ഒരിക്കൽ Once ആടിയൻ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുക. I was taking care of the sheep of my dad. ഒരിക്കൽ ഒരു കരടി വന്നു. Once a bear came. ഒരിക്കൽ ഒരു സിംഹം വന്നു. Once a lion came. അത് രണ്ടും ചേർത്താ പറഞ്ഞ രണ്ട് സംഭവം. Oh, he said it once, but it was two different episodes. പക്ഷെ ഈ രണ്ടും ചേർത്ത് ഒരുമിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. There is a reason why he said both these together. ഈ കരടി വന്ന് പിടിച്ചതും സിംഹം വന്ന് പിടിച്ചതും ഒരൊറ്റ ആട്ടിൻകുട്ടിയാ. It is one lamb that the lion and the bear took hold of. Praise the Lord. Praise the Lord. ആമേ രണ്ട് പ്രാവശ്യം രണ്ട് സംഭവം ഉണ്ടായി. Two times two things happened. ഒരിക്കൽ കരടി വന്നു. Once a bear came. ഈ ആട്ടിൻകുട്ടിയെ പിടിച്ചു. He took the same goat. പിന്നെ സിംഹം വന്നു. Then the lion came. ഈ ആട്ടിൻകുട്ടിയെ The പിടിച്ചു. same lamb was taken. വേറെ ഒറ്റ ആട്ടിൻകുട്ടിയെ വേണ്ട. He doesn't want anything else. ഇതിനെ മതി. It wants only this. അതിനെ കയറി പിടിച്ചു. It took hold of it. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഈ കരടി സിംഹം വന്നപ്പോൾ ആട്ടിൻകുട്ടിയെ പിടിച്ചു. ആമേൻ. അതിനെ പിടിച്ച വായ്ക്കകത്താക്കി. You know, both the bear and the lion came and put the lamb in their mouth. ദാവീദ് പറയാ, David says, ആടിയൻ ആട്ടിൻകുട്ടിയെ വിടിയിപ്പാൻ സിംഹത്തിന് നേരെ ചെന്നു. in order to release the lamb, I went against the lion. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടിയിപ്പാൻ ചെന്നപ്പോൾ When I went to release the lamb from the mouth of the lion, സിംഹത്തിന് പിന്നെ ആട്ടിൻകുട്ടിയെ വേണ്ട. then the lion does not want him. പിന്നെ നിന്നെ മതി. Then it only wants you. ഹല്ലേലൂയ. Hallelujah. ഈ ആട്ടിൻകുട്ടിയെ വിടിവിക്കുന്ന നിന്നെയാ സിംഹത്തിന് വേണ്ടത്. The devil, the lion wants you who is delivering the lamb. ആമേൻ. വന്നത് ആട്ടിൻകുട്ടിയെ He പിടിക്കാനാ. came for the lamb. ഇപ്പൊ ആട്ടിൻകുട്ടിയെ He വേണ്ട. doesn't want the lamb. ഇപ്പൊ വിടിവിക്കുന്ന നിന്നെ മതി. That lion is after you who is the deliverer. ആമേൻ. Amen. അവൻ അവന്റെ നേരെ ചാടി വന്നു. And the lion came against him. ഹല്ലേലൂയ. Hallelujah. ആ സിംഹം ചാടി വന്നപ്പോൾ, As he came against David, ആ കരടി ചാടി as the വന്നപ്പോൾ, bear came against him, ദൈവത്തിന്റെ ശക്തി കൊണ്ട്, by the power of God, ദൈവത്തിന്റെ ബലം കൊണ്ട്, by the strength of my God, അഭിഷേകം കൊണ്ട്, because of the anointing, സിംഹത്തെ കീറി, he tore the lamb. കീറി, He tore the bear സിംഹത്തിന്റെ വായിൽ നിന്ന്, from the mouth, കരടിയുടെ വായിൽ നിന്ന്, from the mouth of the bear. ആട്ടിൻകുട്ടിയെ He വിടുവിച്ചു. took the lamb. Glory. Praise the Lord. Oh, ഹല്ലേലൂയ. hallelujah. ആട്ടിൻകുട്ടിക്ക് നേരെ സിംഹം വരും. The lion will come against the lamb. ആട്ടിൻകുട്ടിക്ക് നേരെ കരടി വരും. The bear will come against the lion. ആട്ടിൻകുട്ടിക്ക് നേരെ കൊടിയ ചെമ്മായ്ക്കൾ വരും. Big wolves will come after the lamb. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വിടുവിക്കാൻ ചെന്നാൽ ആമ ഇടയന്റെ നേരെയും വരും. If you go to release, it will come against the shepherd. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആടിനെ വിടുവിപ്പാൻ, But to release the lamb, ഇടയനെ to വിടുവിപ്പാൻ, release the shepherd, സിംഹത്തെ to കീറുവാൻ, tear the, കരടിയെ to കീറുവാൻ, tear the cup, സിംഹത്തെ തോൽപ്പിക്കാൻ, to destroy the lion, കരടിയെ to തോൽപ്പിക്കുവാൻ, destroy the bear, നിന്നെ ജയിപ്പിക്കാൻ, make you victorious, കുടുംബത്തെ ജയിപ്പിക്കാൻ, to make you victorious, നിന്റെ സഭയെ ജയിപ്പിക്കാൻ, to make your church നിന്റെ victorious, ശുശ്രൂഷയെ ജയിപ്പിക്കുവാൻ to lift your ഒരു ministry. ശക്തിയുണ്ട്. There is one power. അതത്രേ ദൈവശക്തി. That is the power of God. Praise the Lord. Praise the Lord. Hallelujah. Hallelujah.
Hallelujah. Hallelujah. Hallelujah. Oh. Hallelujah. Hallelujah. Amen. Praise the Lord. Praise the Lord. Amen. 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 Hallelujah. Hallelujah. അങ്ങനെ ദാവീദ് സിംഹത്തിന്റെ വായിൽ നിന്ന് കാരടിയുടെ വായിൽ നിന്ന് 2 പ്രാവശ്യമായി ഒരാട്ടിനും കുട്ടിയെ വിടുവിച്ചെടുത്തു. David delivered a lamb from the mouth of a cub and a bear and a lion. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ സ്ഥിതി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതി മാറും. Once you are delivered, your condition changes. അത് ആരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞു. That is what happens in everybody's life. Praise the Lord. Praise the Lord. ഈ സ്ഥിതി മാറി കഴിയുമ്പോൾ When your situation changes, സ്ഥിതി മാറ്റിയവനെ നമ്മളൊന്ന് ഓർക്കണം. we must remember the one who changed our situation. നന്മ കിട്ടിക്കഴിയുമ്പോൾ After we get the good, നന്മ തന്നവനെ ഒന്ന് ഓർക്കണം. remember the one who gave you the good. വഴി തുറന്നു കിട്ടുമ്പോൾ When you have the door opened, വഴി തുറന്നവനെ ഓർക്കണം. remember the one who opened the door. ഹല്ലേലൂയ. Hallelujah. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ After you are healed, സൗഖ്യം തന്നവനെ ഓർക്കണം. remember the one who healed you. വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ After you were delivered, വിടുവിച്ചവനെ ഓർക്കണം. remember the one who delivered അത് you. മറക്കരുത്. Never forget that. അത് മറക്കരുത്. Never forget that. ആട്ടിൻകുട്ടി ഓർക്കണം. Remember the lamb, remember. ആമേൻ. ഞാൻ ആ സിംഹത്തിന്റെ വായി ചെന്നതാ. I was in the mouth of the lion. ഞാൻ ആ കരടിയുടെ വായി ചെന്നതാ. I was in the mouth of that bear. ഈ ഇടയൻ വന്നില്ലായിരുന്നു എങ്കിൽ, If the shepherd had not ഈ come, ഇടയൻ കണ്ടില്ലായിരുന്നു if എങ്കിൽ, the shepherd had not seen, ഇടയൻ മാറി if പോയിരുന്നെങ്കിൽ the shepherd had moved away, എന്നെ സിംഹം വിഴുങ്ങുമായിരുന്നു. the lion would have swallowed me. എന്നെ കരടി The വിഴുങ്ങുമായിരുന്നു. bear would have ഞാൻ swallowed me. ഇല്ലാതെ പോകുമായിരുന്നു. I would not have been there. എന്നെ നടത്തിയത് ഇടയനാ. This is my shepherd. ഇത് ഇടയനാ. It is my shepherd who എന്നെ delivered me. നടത്തുന്നവൻ ഇടയനാ. It is my shepherd who grows me. Praise the Praise the Lord. Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവജനം ദൈവമക്കളെ നടത്തുന്നവരെ ഓർക്കണം. People of God, never forget the ones who take care of you. Praise the Lord. Praise the Lord. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് നിങ്ങളെ നടത്തുന്നവരെ ഒന്ന് ഓർക്കണം. Remember the ones who minister to you in the word of God. Remember them. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒന്ന് ഓർക്കണം. Remember those who pray for you. നിങ്ങൾക്ക് വേണ്ടി കരയുന്നവരെ ഓർക്കണം. Remember those who cry for you. നിങ്ങൾക്ക് വേണ്ടി സിംഹത്തിന് മുമ്പിൽ നിൽക്കുന്നവരെ നിങ്ങൾ ഓർക്കണം. Remember those who stand for you in front of the ഈ lion. ശുശ്രൂഷ ചെറിയ കാര്യമല്ല. This is not a simple ministry. ദൈവദാസന്മാർ ചെറിയ ശുശ്രൂഷയല്ല ചെയ്യുന്നത്. The people of God are not doing a small ആടുകൾക്ക് വേണ്ടി ministry. കരയുന്നവരാ. They are those who cry for the sheep. ആടുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാ. They battle for the sheep. ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ They നിൽക്കുന്നവരാ. stand in the gap for the അവരെ souls. മറക്കരുത്. Never forget them. അവരെ തള്ളി പറയരുത്. Don't speak behind their back. അവർക്കെതിരെ സംസാരിക്കരുത്. Don't speak against them. അവരെ മാറ്റി നിർത്തരുത്. Don't reject them. അവരെ മറന്നു കളയരുത്. Don't forget them. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു സഭയം നടത്തുന്ന ദൈവദാസന്റെ കൂടെ ദൈവമക്കൾ നിൽക്കണം. You must always stand with the man of God who is in charge of the church. ഹല്ലേലൂയ. Hallelujah. അത് ദൈവമാക്കി വെച്ച ശുശ്രൂഷയാണ്. It is God who has placed him there. ദൈവം കൊടുത്തൊരു അധികാരമാണ്. It is an authority God gave him. ദൈവം കൊടുത്തൊരു അഭിഷേകമാണ്. It is an anointing which God gave. അദ്ദേഹത്തോട് സഹകരിക്കണം. You must cooperate ഈ with him. ദൈവദാസനോട് ഈ സഭ സഹകരിക്കണം. Church, cooperate with this man of ഈ God. ദൈവസഭയോട് ദൈവമക്കൾ സഹകരിക്കണം. Oh, you must cooperate with this body of Christ. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആമേൻ. Amen. സ്ഥിതി മാറുമ്പോൾ സ്ഥിതി മാറ്റിയവനെ മറക്കരുത്. When you change, don't forget the one who Amen. changed. Hallelujah. ആമേൻ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്പം It ബുദ്ധിമുട്ടാണ്. is difficult for us to understand. 23 സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. Psalms 23 you read. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Even if you walk through the valley of shadow of death, I will not forget anything. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറയാ, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. You are with me. പിന്നെ നിന്റെ വടിയും കോലും എന്നെ Your rod and your staff comforts me. ഒരു ഇടയന്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയും ഒരു കോലും കാണും. A shepherd will always have a rod and a staff. ആമേൻ. Amen. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാറുണ്ട്. Sometimes when I preach, I remind the people about ഈ something. ദൈവമക്കൾ പലപ്പോഴും നമുക്ക് ദൈവം തന്ന പദവിയും ശക്തിയും തിരിച്ചറിയുന്നില്ല. Many times the children of God don't realize the authority and power God has given to us. ഈ ആനയ്ക്ക് ഒരിക്കലും അതിന് ശക്തി വെളിപ്പെടുത്തൊന്നുമില്ല.
ആനയ്ക്ക് The ആനയുടെ elephant ശക്തിയെ does not കുറിച്ച് know its വെളിപ്പെടുത്തില്ല. strength. Thank you. അത് ആനയ്ക്ക് അത്ര പിടിയിട്ടിട്ടില്ല. The elephant does not understand. ഏത് ആനയെ നോക്കി ഒരു മുഴുത്ത സാധനമായിരിക്കും ആന. Any elephant will be big. ഏത് ആനക്കാരൻ നോക്കി ഒരു പെൻസിൽ മാർക്കായിരിക്കും. But the elephant man will be a pencil. ഈ ആനക്കാരന്റെ കയ്യിൽ ഒരു തോട്ടി കാണും, And this mahout has a ഒരു sword, വടിയും കാണും. and he has a stick. ഈ ആനക്കാരൻ പെൻസിൽ മാർക്ക് എന്ത് പറയുന്നു അതൊക്കെ ആന ചെയ്യും. Whatever this man says, the elephant does. ഈ പെരുത്തി ആന ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. The big elephant, you tell him to sit down, he will sit down. കിടക്കാൻ പറഞ്ഞാൽ കിടക്കും. If you tell him to lie down, he will. കൈ പൊക്കാൻ പറഞ്ഞാൽ കൈ പൊക്കും. If you lift your hands, he will lift a hand. തടി വലിക്കാൻ പറഞ്ഞാൽ തടി If you വലിക്കും. tell the elephant to pull wood, it will. തുമ്പിക്കൈ പൊക്കാൻ പറഞ്ഞാൽ തുമ്പിക്കൈ പൊക്കും. Lift your trunk, it will lift his trunk. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ In my ഈ language, ആന ശരിക്ക് നിന്നിട്ട് if the elephant really stands, ഒരൊറ്റ ഊത്തൂതിയാൽ പാപ്പ ന്യൂയോർക്ക് ചെല്ലും. if it blows one blow, this fellow will go to New York. Praise the Lord. Praise the Lord. ആമേൻ. Hallelujah. പക്ഷെ ആനയ്ക്കുള്ള ആ ബോധം വന്നിട്ടില്ല. But the elephant does not know it's so powerful. ആ ശക്തിയെ കുറിച്ച് ഒരു പിടുത്തമില്ല. It doesn't know about its strength. ഹല്ലേലൂയ. Hallelujah. ദൈവജനം നമുക്ക് ലഭിച്ച ശക്തിയെ തിരിച്ചറിയണം. People of God, you must know the power that we have received. ആമേൻ. Amen. ഇവിടെ ഇടയന്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയും ഒരു കോലും The കാണും. shepherd will always have a rod and a staff. ഈ ഇസ്രായേൽ ദേശത്തെ ജനങ്ങളുടെ പ്രധാന കൃഷിയും വരുമാന മാർഗവും ഒക്കെയാണ്. In Israel, the main source of income is the sheep. ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ അവന് 7000 ആടെന്ന് പറഞ്ഞു. Job had 7,000 sheep. ഇന്നും അവിടെ 7000 70,000 1,00,000 ആടുകളുള്ള ഇടയന്മാരുണ്ട്, There are rich ഉടമസ്ഥന്മാരുണ്ട്. rich shepherds who have 70,000 sheep. It's a job there. ഇവരെ ആട്ടിൻകൂട്ടത്തെ അഴിച്ച് തൊഴുത്തിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ Once they take the sheep out of the pen, ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞ് they വരത്തും. will come back after 5-6 months. ഈ മരുഭൂമിയിലേക്ക് പോണത്. They will go to the desert. അപ്പൊ ഈ പോകുന്ന പോക്കിൽ കുറെ ആടുകൾ പെറ്റങ്ങ് പെരുകും. On the way, some of them give birth and multiply. ചിലപ്പോ 70,000 ആടുപാട്ടോ 7,000 ആടുപാട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും അത് 15,000 ഒക്കെ ആയിരിക്കും. 7,000 will go out and come back as 15,000. പെറ്റങ്ങ് പെരുകും. They will multiply. കുറെ ആടൊക്കെ ചത്തും പോകും. Some die. Praise the Lord. Praise the Lord. ഇവര് പോകുന്ന വഴി മൊത്തം മരുഭൂമിയാ. On the way they go is the wilderness. ചില ഭാഗത്ത് പുല്ലുണ്ട്, വെള്ളമുണ്ട്, ആവശ്യം പോലെ തീറ്റയുണ്ട്. Some places you get a lot of food and water. ചില ഭാഗത്തേക്ക് വെള്ളമില്ല, പുല്ലുമില്ല, ഒരു തീറ്റയില്ല. Some places it is dry, no food. അങ്ങനെയുള്ള പ്രദേശത്ത് മേയാൻ കൊണ്ടുപോകുന്നത്. And that is the place they are taken. ഇവര് പോയാൽ പിന്നെ ഒരു സമയത്ത് തിരിച്ചു വരത്തുള്ളൂ. When they go, they will come back only at a particular time. എവിടെ പോയാലും ഒരു വടിയും കോലും കാണും. Wherever they go, the shepherd will have a rod and a staff. ഈ വടിയും കോലുമായിട്ട് പോണത്. You're going with the rod and staff. ആമേൻ. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പുല്ലും വെള്ളം ഒന്നും കിട്ടത്തില്ല. Sometimes they will not get any water or ഈ food. ആടുകളൊക്കെ വല്ലാത്ത The അവസ്ഥയായിരിക്കും. sheep will all be in bad trouble. അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ താമെ തഴച്ചു വളർന്നു നിൽക്കുന്ന വലിയ പുൽക്കൂട്ടം കാണും. As they go, they will see very luscious green places. ആ പുൽക്കൂട്ടത്തിന്റെ അടുക്ക ചെല്ലുമ്പോഴേക്ക് ആടുകൾക്കെല്ലാം ഭയങ്കര ആർത്തിയ. As soon as they come to that green place, the sheep is desperate വിശന്ന് പൊരിഞ്ഞിരിക്കുക. because they are hungry. ഒന്നും കഴിക്കാതെ മരുഭൂമി നിൽക്കുക. They are standing in the wilderness. അപ്പോഴാ പെട്ടെന്ന് വലിയ പുൽക്കൂട്ടം ഇങ്ങനെ കൊഴുത്തു വളർന്ന ആവശ്യം പോലെ തിന്നാൻ വേണ്ടി നിൽക്കുക. Suddenly they see a lot of greenery. ഇത് കാണുമ്പോഴേക്ക് ഈ ആട്ടിൻകൂട്ടം ഒക്കെ കയറ് പൊട്ടിക്കാൻ തുടങ്ങും. As soon as they see that, the sheep will break away all the bonds. ഇടയന്നന്റെ കോലങ്ങെടുക്കും. The shepherd will take the road. നോ, ആരും പോകരുത്. No, don't go. പ്രൈസ് ദി ലോർഡ്. Praise God. സമ്മതിക്കും ആട്ടിൻകൂട്ടം. Using the sheep. സമ്മതിക്കോ? You think ഇച്ചിരി sheep പ്രയാസ. is difficult? ആമേൻ. Hallelujah. കാരണം എനിക്കൊരു നന്മ വന്നപ്പോൾ ഇടയൻ കയറി വെട്ടി എന്ന് പറയും. They say when I am about to be blessed, the pastor came and stopped it. എനിക്കൊരു വഴി തുറന്നപ്പോ പാസ്റ്റർ അങ്ങെടുത്ത് എണ്ണ. When a door was opened, the pastor, what is he? ഈ പുള്ളിയപ്പ എന്റെ ശത്രു. The pastor is my enemy. ഈ ആടുകളുടെ കാഴ്ചപ്പാട് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. You know praise the Lord. ദാവീദിന്റെ കൂടെ നിന്ന് വാളെടുത്തവരൊക്കെ ഒരിക്കൽ കല്ലെടുത്തു. The people will always change. Leaders, listen to this very carefully. Praise the Lord. Hallelujah. 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 ആമേൻ. ഒപ്പം നിന്നവരും വാളെടുത്തവരും ശത്രുവിനെ തോൽപ്പിച്ചവരൊക്കെയാ. There were people at one time they stood with David, with him. ഒരു വിഷയം വന്നപ്പോ കുഴപ്പം മൊത്തം ദാവീദിനെ വരില്ല. When a problem came, all the problems because of David. Praise the Lord. Praise the Lord. വാളെടുത്തവരൊക്കെ വാള് മാറ്റി കല്ലെടുത്തു. Those who stood with David, they put the sword down. അവനെ എറിഞ്ഞു വീഴ്ത്തണം. Destroy David. Praise the Lord. Praise the Lord. ഒരിക്കലും സംഭവിക്കരുത്. It should never happen. ഒരിക്കലും It സംഭവിക്കരുത്. should never happen. ആമേൻ. ആമേൻ. ദൈവിക ശുശ്രൂഷ എന്ന് പറഞ്ഞ കൂട്ട് ബിസിനസ്സാ. We have to minister together. ചിലപ്പോ ബിസിനസ്സിൽ നഷ്ടം വരും. Sometimes there could be problems. ചിലപ്പോൾ ബിസിനസ്സിൽ ലാഭം വരും. Sometimes it will be good. നഷ്ടം വന്നാൽ എല്ലാം കൂടെ ചേർന്ന് വഹിക്കണം. If there is a problem, let us be together. ലാഭം കിട്ടിയാൽ എല്ലാവരും ചേർന്ന് വഹിക്കണം.
കിട്ടാതിരിക്കണം. Even if you don't get anything good. Hallelujah. Hallelujah. ഒരു ഫാമിലി അങ്ങനെ തന്നെയാ. A family. Praise the Lord. Hallelujah. ചിലപ്പോ കഷ്ടം നഷ്ടമൊക്കെ വരും. Maybe you will go through difficulties. ഒരാക്കളെ മണ്ടയ്ക്കെല്ലാം വെച്ചു കെട്ടരുത്. Don't put all the problem on the pastor. Hallelujah. Hallelujah. നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒരുമിച്ച്. Whatever happens, stay together. Hallelujah. Hallelujah. സഭ വളർന്നാലും വളർന്നില്ലെങ്കിലും ഒരുമിച്ച്. Whether the church grows or not, together. ജനം വിടുവിക്കപ്പെട്ടാലും വിടുവിക്കപ്പെട്ടില്ലെങ്കിലും ഒരുമിച്ച്. Whether people are delivered or not, together. അത്ഭുതം നടന്നാലും നടന്നില്ലെങ്കിലും ഒരുമിച്ച്. Oh, miracles are not together. കാഴ്ചപ്പാട് മാറട്ടെ. Let our perspective change. രൂപാന്തരം സംഭവിക്കട്ടെ. Let transformation take place. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ പുൽക്കൂട്ടത്തിന് മുമ്പിൽ വന്നപ്പോൾ ഇടയൻ പറയും നോ, ഒരെണ്ണം അങ്ങോട്ട് പോകരുത്. As soon as the sheep came to this big valley, the shepherd said, no, don't go. ആരും ഇപ്പോ പോയി പുല്ല് തിന്നരുത്. Don't eat that now. ആടുകൾ വെല്ലുവിളിക്കും. So the sheep were against the shepherd. കടിച്ചു കീറാൻ വരും. They were against the shepherd. തള്ളി മാറ്റാൻ വരും. They were trying to push the shepherd. ഇടയൻ വിടത്തില്ല. But the shepherd won't let them. കാരണം ഇടയൻ അറിയാം ഈ പുൽക്കൂട്ടം എന്താണെന്ന്. But the shepherd knows what this is. പുൽക്കൂട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. This greenery has something ഈ particular. പുല്ല് തഴച്ച് വളർന്നു നിൽക്കുക. This is so full, it is grown. ഈ പുല്ലിന്റെ കീഴെ അണലി സർപ്പങ്ങൾ കിടക്കുന്നുണ്ട്. But under the grass there are serpents. അത് ആടിന് അറിയത്തില്ല. The sheep does not know. ഈ പുൽക്കൂട്ടം കണ്ട് Just after seeing this grown grass, വിശപ്പ് കണ്ട് ചാടി വീണാൽ if you jump just by seeing that, പുല്ല് തിന്നും. you will eat the grass. പക്ഷെ സർപ്പം കടിച്ച് ഓൺ ദ സ്പോട്ടിൽ ഒക്കെ വീണ് കിടക്കും. But all of them will also die on the spot because of this kind Hallelujah. of snake. തന്റെ ആടുകളെ നഷ്ടപ്പാക്കുവാൻ ഇടയൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. The sheep will never desire, the shepherd never desires the sheep to die. തന്റെ കൂടെയുള്ള ആടുകൾക്ക് ദോഷം വരുവാൻ ഇടയൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. The shepherd never desires the sheep to die. ആമേൻ. ദൈവമക്കൾ അങ്ങനെ വിശ്വസിക്കുക. Believe, people of God. ദൈവമക്കൾ അങ്ങനെ അംഗീകരിക്കുക. People of God, believe. Praise the Lord. Praise the Lord. ആമേൻ. ആടുകളെയൊക്കെ തടഞ്ഞ് അവിടെ നിർത്തിയിട്ട് He will stop all the sheep. ചില ഇടയന്മാർ അങ്ങോട്ട് ചെന്നിട്ട് Then he will go there. ആ പുൽക്കൂട്ടത്തിൽ കിടക്കുന്ന അടിയിൽ കിടക്കുന്ന അണലി സർപ്പങ്ങളെല്ലാം കുത്തി കുത്തി കൊന്നു കളഞ്ഞിട്ട് He will kill all the serpents there. ആമേൻ ആമേൻ എല്ലാത്തിനെയും കുഴിച്ച് മൂടിയിട്ട് He will destroy everything. ഹല്ലേലൂയ. Hallelujah. സർപ്പങ്ങളെ മാറ്റിയിട്ട് After removing the serpent, ആടുകളോട് പറയും, then he will tell the sheep, പോയിക്കൊള്ളുക, go. തിന്നുകൊള്ളുക, Eat. ആവശ്യം പോലെ തിന്നുകൊള്ളുക, Eat as much as you want. ആവശ്യം പോലെ മേഞ്ഞുകൊള്ളുക. Eat as much as you ഇപ്പോൾ want. നിങ്ങൾക്ക് പറ്റിയ മേച്ചിൽപ്പുറമാ ഈ പുൽപ്പുറം. Now you can go and eat. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ഇടയൻ ആടുകളെ അറിയാം, സർപ്പങ്ങളെ അറിയാം, പുൽപ്പുറത്തെ അറിയാം. The shepherd knows the sheep. The shepherd knows the serpent. The shepherd knows the meadow. പാവം പിടിച്ച ആടുകൾക്ക് ഇതൊന്നും അറിയത്തില്ല. This innocent sheep, they do not know. ഹല്ലേലൂയ. Hallelujah. ഇടയൻ തടഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. The shepherd has stopped you. It is for your good. ഇടയനെ നിർത്തിയത് നിന്റെ നന്മയ്ക്ക് The വേണ്ടിയാ. shepherd is for your good. ഇടയന്മാരുടെ ശുശ്രൂഷ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. It is for your good that God has given ഇന്ന് രാത്രി നീ pastors. തിരിച്ചറിയാ. Come on, church, know the difference. ഇന്ന് രാത്രി നീ ഗ്രഹിച്ചെടുക്ക. Know it tonight. Praise the Lord. Praise the Lord. ആമേൻ. ഞാൻ ഒരിക്കലും സൗദി അറേബ്യ ചെന്നപ്പോൾ I went once to Saudi Arabia. മിക്കവാറും കിടക്കുമ്പോൾ രാത്രി ഒത്തിരി താമസിച്ച് കിടക്കാറ്. Very, very late when I sleep. അമ്മ അച്ഛനൊക്കെ അറിയാം, അച്ഛൻ അവിടെ ഭക്ഷണം ഉണ്ടാകുന്നതാണ്. Achan was there, he knows. ആമേൻ. ഞാൻ ഒരു ദിവസം രാത്രി കിടന്നപ്പോൾ 12 മണി, It's about 12 o'clock in the night. ഒരു 3:30 മണി ആയപ്പോൾ പെട്ടെന്ന് തന്നെ ആരോ തട്ടി ഉണർത്തും പോലെ തോന്നി. I felt somebody was waking me up by 3 o'clock in the night. ഞാൻ രാത്രി എഴുന്നേറ്റു, I woke up. ടോയ്ലറ്റിൽ പോയി മുഖമൊക്കെ കഴുകിട്ട് വന്നിരുന്നു. I went to the toilet. I washed my face and slept. പെട്ടെന്ന് ദൈവാത്മാ പറഞ്ഞു വേദപുസ്തകം വായിക്കാൻ The പറഞ്ഞു. Holy Spirit said, take the word. ഞാൻ മുമ്പ് കർത്താവ് സമയം രാത്രി 3:30. I said, Lord, it's 3:30 in the night. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. Genesis to Revelation I have to read. ഇത് ഏത് പുസ്തകം വായിക്കണ്ടേ? Which book do you want me to read? മൊത്തം വായിക്കാൻ പറ്റൂ? Can I read? ആമേ. ദൈവാത്മാ പറഞ്ഞു യാക്കോബിന്റെ ലേഖനം വായിക്കാൻ പറഞ്ഞു. He said, read the book of James. ഞാൻ ആ പുസ്തകം എടുത്തു. I took the book. ആ പുസ്തകം മൊത്തം വായിച്ചു. I read the whole thing. ഒന്നുകൂടെ വായിച്ചു. Read again. ഒന്നുകൂടെ വായിച്ച ഒരു വാക്യത്തിൽ ചെന്നു. I went to a verse. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. Come close to God and he will come close to you. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Oppose the devil and then he will run away from you. ഈ വാക്യം വന്നപ്പോൾ എന്തോ ഒരു ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ എനിക്ക് തോന്നി. As I read this word, as though something was broken, I felt. ഞാൻ ആ വാക്യം
പലവട്ടം I പ്രാർത്ഥിച്ചു, said it many times and prayed that. ശക്തമായി പ്രാർത്ഥിച്ചു. I prayed very powerfully. അങ്ങനെ കുറെ സമയം പ്രാർത്ഥിച്ച് എങ്ങനെയോ ഉറങ്ങി അങ്ങ് പോയി. I prayed like that many times and I slept on. ആമേ. വെളുപ്പിന് 7 മണിക്ക് എന്റെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു. In the morning, 7 o'clock, my mobile bell rang. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. I took the phone. ഒരു ഡയമണ്ട് ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചേക്കണേ. A diamond businessman called me. അത് വിശ്വാസിക്ക് വന്നേ ഉള്ളൂ. He just came into the faith. ആമേ. തകർന്ന് തരിപ്പണമായിരിക്കുക. He's completely broken. ലക്ഷങ്ങളുടെ കടഭാരത്തില. He has a lot of എല്ലാം നഷ്ടമായിരിക്കുക. He's lost everything. അദ്ദേഹം വിളിച്ചു, പാസ്റ്റർ ഇന്ന് രാവിലെ 9 മണിക്ക് എന്റെ ഓഫീസിൽ വന്ന് അല്പസമയം പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. Pastor, can you come to my office this morning and pray? ഞാൻ വരാമെന്ന് പറഞ്ഞു. I said, I'll come. അദ്ദേഹം 9 മണിയായപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും വണ്ടിയും പറഞ്ഞു വിട്ടു. By 9 o'clock, he sent his driver. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു. I went to his office. ഓഫീസിനോട് ചേർന്ന് ഒരു നല്ല റൂമുണ്ട്. There's a room near his office. അദ്ദേഹത്തിന്റെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുക. I was about to pray for his thing. അദ്ദേഹത്തിന്റെ ഡ്രൈവർ സെക്രട്ടറിയാണ്, ഡ്രൈവറുമാണ്, മാറി മാറി ചെയ്യുന്നയാൾ, ജോലി ചെയ്യുന്നയാളാണ്. He has a secretary and a driver. They do the different jobs. സെക്രട്ടറിയും അദ്ദേഹവും ഞാനും, വേറെ ആരുമില്ല. Only the secretary, who is also his driver, he and I are the only people there. ഒരു വിശാലമായ മുറിക്കകത്ത് വേറെ ആരുമില്ല, ഒരു തടസ്സമില്ല. ഞങ്ങൾ 3 ഇരുന്ന് പ്രാർത്ഥിക്കുക. 3 of us in a big room, we are praying. ഞങ്ങൾ ശക്തമായ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. As we were praying very powerfully, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ആമേൻ അങ്ങ് താഴെ വീണു. as we were praying, he came under the power of God. താഴെ വീണിട്ട് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി ആ ഭിത്തിയോട് അടിച്ചു. He was turning and turning and turning. He came to the wall. അവിടെ നിന്ന് കറങ്ങി ഇവിടെ ഈ ഭിത്തിയോട് അടിച്ചു. Then he came and turned and came to the other wall. പിന്നെ പുള്ളി കറങ്ങി എന്റെ മുമ്പിൽ വന്നു കിടക്കുക. When he turned and came in front of me. എന്റെ മുമ്പിൽ വന്ന് കിടന്ന് 2 കാലും പൊക്കി പിടിച്ചേക്കുക. And then കാല്. 2 കാലും പൊക്കി പിടിച്ചു. In front of me, he has put both his legs up. ആമേൻ. ഇദ്ദേഹം വല്ലാത്ത അപശബ്ദം കേൾപ്പിക്കുക. And he was bringing out a lot of bad words. ഇത് കണ്ട സെക്രട്ടറി പേടിച്ച് വിറച്ച് നിൽക്കുക. The secretary was scared. ആമേൻ. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നൊരു വല്ലാത്ത അപശബ്ദം. A dirty sound was coming from his mouth. സർപ്പം ചീറ്റുമ്പോഴത്തൊരു ഒച്ച കേൾക്കണേ. As though a serpent was hissing. എന്നോട് പറയുന്നു, നീ പോന്നാ പറഞ്ഞത്. Yes, and it was saying, you go away. അടുത്തത് പറയുകയാണ്, ഞാൻ ലൂസിഫറ. The next thing he is saying, I am Lucifer. ഞാൻ പഴയ പാമ്പ. I am the old serpent. സൗദി അറേബ്യ എന്റെയാ. Saudi Arabia belongs to me. മക്ക എന്റെയാ. Mecca belongs to me. സ്വർണ്ണ എന്റെയാ. All those things are mine. ഡയമണ്ട് എന്റെയാ. Diamond is mine. ഇവനിപ്പോ ഡയമണ്ട് കച്ചവടത്തിന് വന്നേക്കുക. Now he has come for diamond merchant. പൊട്ടിച്ച് ഞാൻ തകർത്തു വെച്ചിരിക്കുക. I have destroyed him. ഇതിവനെ കൊല്ലാൻ പോവാ. I'm going to kill him. നീ പോന്ന് എന്നോട് പറഞ്ഞേ. You go. Praise the Lord. Hallelujah. തുടർച്ചയായിട്ട് ഇത് എന്നോട് പറയുന്നത്. He's telling me again and again. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ദേഹത്തേക്ക് വന്നു. Suddenly the Holy Spirit came upon me. ഇതിനു വേണ്ടിയാടാ ഇന്നലെ വെളുപ്പാങ്കാലത്ത് നിന്നെ ഞാൻ. Oh, this is why I woke you up at 3 o'clock in the morning yesterday. Glory. Praise the Lord. Hallelujah. ആമേ. പെട്ടെന്ന് ഞാനൊരു ഉരുക്ക് കഷ്ണം പോലെയായി. Suddenly I became like strong like iron. എന്റെ കൈ ഇരുമ്പ് പോലെയായി. Became strong. എന്റെ ശബ്ദം 10 ആക്കള വെച്ചായി. My sound became like the sound of 10 people. എന്റെ മുഖമൊക്കെ അങ്ങ് ഇരുമ്പ് പോലെയായി. My face was like iron. എന്റെ മുമ്പിൽ പിശാച് കിടക്കുക. The devil is in front of me. ഞാൻ പറഞ്ഞു, ദുഷ്ട പിശാചേ. I said, you dirty demon. ഇന്ന് വെളുപ്പാങ്കാലത്ത് Today morning, എന്റെ ദൈവം പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm here because my God said it. എന്റെ ദൈവം പറഞ്ഞു, ദൈവ പിശാചിനോട് എതിർത്ത് നിൽക്കണം, അവൻ വിട്ട് ഓടി പോകുമെന്ന് പറഞ്ഞേക്കണേ. My God told me, resist the devil and he shall go away. നിന്റെ വാക്ക് കേട്ട് ഓടാൻ വേണ്ടിയല്ല, എന്റെ വാക്ക് കേട്ട് നിന്നെ ഓടിക്കാനാ ഞാൻ വന്നേക്കണേ. I have come not to run away with your word. I have come so that you may run away with his word. എന്റെ ദൈവമാ എന്നെ ഇവിടെ നിർത്തിയേക്കണേ. My God has made me to stand here. ഇന്ന് എന്റെ ദൈവം പറഞ്ഞിട്ടാ ഞാൻ വന്നേക്കണേ. I came because my God told me to ഇവനൊരു come. ദൈവ പൈതലാ. He's a child of God. ഇവനെ വിട്ടുതരാൻ ഞാൻ I സമ്മതിക്കുകയില്ല. will not let him off. ഇവനെ കൊന്നുകളയാൻ I സമ്മതിക്കുകയില്ല. will not allow him to die. ഇവനെ ഇനി തകർക്കാൻ സമ്മതിക്കുകയില്ല. I will not allow him to be destroyed. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വാസ്തവത്തിൽ അന്ന് പകല് ആമേ ഞങ്ങൾ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു. That morning there was a tremendous battle. സാക്ഷാൽ പിശാചിന്റെ മുമ്പിൽ ഇളകി കിടക്കുക. The real devil is in front of me. Praise the Lord. Praise the Lord. പിശാച് പല കാര്യവും പറഞ്ഞു. The devil said many things. അതൊക്കെ പറയാൻ സമയമില്ല. I don't have time to say that. ഹല്ലേലൂയ. Hallelujah.
പല കാര്യവും വാദിക്കാൻ നോക്കി. He tried to argue. തർക്കിക്കാൻ നോക്കി. He tried to argue. പിടിച്ചു നിൽക്കാൻ നോക്കി. He tried to stay. ഒടുവിൽ പിശാച് പറയുക, The devil said, ഞാൻ ഇപ്പോൾ ഇവനെ വിട്ടുപോകും, right now I'm leaving. ഇനി ഒരിക്കലും വരത്തില്ല. I will not come back. ഹല്ലേലൂയ. Hallelujah. അന്ന് പകൽ ഉച്ചയെടുത്ത സമയത്ത് പിശാച് സത്യം ചെയ്ത് ഒരടയാളം കാണിച്ച് ഇറങ്ങിപ്പോയി. That day the devil showed a sign. He made a commitment and went. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഒരു കെട്ടഴിഞ്ഞാൽ ഒരു പ്രവൃത്തി വെളിപ്പെടും. Duda. Yes. The work of the Lord is going to be revealed. Praise the Lord. Praise the Lord. ഒരു കെട്ട് പൊട്ടിയാൽ അനേക ദൈവ പ്രവൃത്തി വെളിപ്പെടും. Let it happen in this church. And unbinding us to take ഇവിടെ place. ചില കെട്ടുകൾ പൊട്ടട്ടെ. Let some things break here. ചിലരുടെ കെട്ടുകൾ അഴിയട്ടെ. Let the people be ചിലരുടെ broken. സ്നേഹത്തു സൗഖ്യം നടക്കട്ടെ. Let healing take place. ചിലതിന്റെ കണ്ണ് തുറക്കട്ടെ. Let their eyes open. ഉള്ളം കത്തട്ടെ. Let their inner man be ശക്തി born. പ്രാപിക്കട്ടെ. Hello. ദുഷ്ടൻ വിട്ട് മാറട്ടെ. Let the devil go now. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Amen. Oh, Praise the Lord. praise the Lord. അന്ന് ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു. That afternoon in his body the work of the Lord was manifested. ഞാൻ അങ്ങ് പോയി. I went away. അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ഉയർന്ന അറബി അദ്ദേഹത്തെ വിളിച്ചു. A very, very highly influential gentleman called him. ആ അറബി അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചു. He called it Arabi home. അദ്ദേഹം വീട്ടിൽ ചെന്നു. He went home. 2 ഡയമണ്ട് കാണിച്ചു കൊടുത്തു. He showed 2 diamonds. എന്നെ അദ്ദേഹം പറഞ്ഞതാ, He said, 2 ഡയമണ്ടിന്റെ വില നിങ്ങൾ കേൾക്കണം. you must listen to the worth of 2 diamonds. 400 കോടി രൂപ. 400 crore rupees. 2 ഡയമണ്ടിന്റെ വില 400 കോടി രൂപ. 2 diamonds, 400 crores. ലോകത്തിൽ അത്തരം ഡയമണ്ട് 2 എണ്ണേ ഉള്ളൂ. There are only 2 diamonds like that in the world. ആമേ, ഒന്ന് സ്വിറ്റ്സർലൻഡിൽ, ഒന്ന് ഇവിടെയുണ്ട്. One is in Switzerland, one is in the United States. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒന്ന് സൗദിയിൽ, ഒന്ന് സ്വിറ്റ്സർലൻഡിൽ. One is in Saudi, one is in Switzerland. Praise the Lord. Praise the Lord. ആമേൻ. ആ ഡയമണ്ട് വിൽക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയത്. Oh, he is being given to that to sell it. ഇദ്ദേഹത്തിന് തൊടാൻ പറ്റത്തില്ല, കാരണം പുള്ളി കടത്തി പോയി നിൽക്കുന്നയാളാണ്. He cannot even buy it because he is under debt. അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യുന്ന വൃത്തിയില്ല. I cannot do anything. ഞാൻ നോക്കാന്ന് പറഞ്ഞു. I will try. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ചില കെട്ടഴിയുമ്പോൾ വഴികൾ തുറക്കും. When the devil leaves some of you, doors will open for you. ദുർഘടം മാറുമ്പോൾ, When the difficulty moves, അന്ധകാരം മാറുമ്പോൾ, when the darkness moves, വെളിച്ചം the കത്തിക്കൊണ്ടിരിക്കും. light will burn. ഇരുട്ട് മാറട്ടെ. Oh, let the darkness go. വെളിച്ചം കത്തട്ടെ. Let light come. ദുഷ്ടൻ മാറട്ടെ. Let the devil go. അത്ഭുതം നടക്കട്ടെ. Let miracles take place. അടയാളം നടക്കട്ടെ. Let signs take place. ജീവൻ പ്രാപിക്കട്ടെ. And let there be life. സൗഖ്യം പ്രാപിക്കട്ടെ. Let healing come. സഭ വളരട്ടെ. Let the church grow. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. ദൈവം ഒരു അത്ഭുതം ചെയ്താൽ ഒരു സാക്ഷ്യം ഉണ്ടായി വരും. If God does a miracle, there will be a testimony. Glory. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ്. Where I ministered earlier was a rural village. ആമേൻ. അവിടെ ഒത്തിരി കൃഷിക്കാരും അവിടെ ഏരിയ. Oh, there are many farmers there. അവിടെ ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വന്നു, യാക്കോബായ കുടുംബം. One family from a Jacobite background came to faith. അവർ താമസിക്കുന്ന ഒരു വലിയ കുന്നിന്റെ മുകളിലാണ്. Just living on top of a mountain. Glory. നിരപ്പായ പ്രദേശത്ത് നിന്ന് അല്പം നിരപ്പായ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞ് 5 കിലോമീറ്റർ കുന്ന് അവർ. Oh, after a little while, you have to go up and up and up to a hill. ഒരു വലിയ മല. About 5 kilometers. അതിനകത്ത് ഒത്തിരി ആൾക്കാർ താമസമുണ്ട്. A big place. A lot of people are living there. പക്ഷെ വേനലായി കഴിഞ്ഞാൽ ഒരൊറ്റ വീട്ടിലും ഒരു തുള്ളി വെള്ളമില്ല. But if it is summer, there is no water in any house. എല്ലാ കിണറും വറ്റിപ്പോകും. All the wells are dry. ഒരു കുടം വെള്ളത്തിന് വേണ്ടി 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴെ ആൾക്കാർ വന്ന് വെള്ളം ചുമന്നുകൊണ്ട് മോളിൽ കയറുന്ന ഒത്തിരി വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many times how people travel 1.5 kilometers down the hill to get a pot full of water. ഒറ്റ വീട്ടിലും വെള്ളമില്ല വേനലായി കഴിഞ്ഞാൽ. No water in any house. അവിടെ നിന്നൊരു കുടുംബ വിശ്വാസി വന്ന്. A family came from there. അവരും താമസിക്കുന്ന ഒരു കുന്നിന്റെ മുകളിലാണ്. They were also on top of a hill. ദൈവ കൃപയാൽ By the grace of God. ആ വീട്ടില് In that house. ഒരു കിണർ പ്രാർത്ഥിച്ചങ്ങ് കുത്തി. A well by prayer we dug. ഒരു 15 അടി താഴ്ചപ്പോൾ പിന്നെ മൊത്തം കരിമ്പാറയാ. After 15 feet it is all rock. പിന്നെ പാറ പൊട്ടിച്ചു. Then we had to break the rock. ഏകദേശം ആ കിണറിന് കൂടിയാൽ ഒരു 23 അടി താഴ്ച കാണും. About 23 feet depth was there. കരിങ്കല്ല് പൊട്ടിച്ചടിച്ചു. We went on breaking and we went there. ദൈവ കൃപയാൽ ആവശ്യം പോലെ വെള്ളം ദൈവം കൊടുത്തു. By the grace of God there was plenty of water. ഹല്ലേലൂയ. Hallelujah. ആ കുന്നിന്റെ മുകളിൽ ആ ഒരൊറ്റ
ഒരൊറ്റ വീട്ടില് ഇഷ്ടം പോലെ വെള്ളം. On top of the hill, in one house, plenty of water. ഈ വെള്ളത്തിന് വേറൊരു സാക്ഷ്യം പറയാനുണ്ട്. This water is another testimony. കൂടിയാൽ ഒരു 4 അടി വെള്ളം കാണും. Maybe about 4 feet of water. കൃത്യകണക്കല്ല, ഏകദേശം. Approximately. Praise the Lord. Praise the Lord. ഇപ്പൊ നാട്ടിൽ നല്ല മഴക്കാലമാണ്. Now in Kerala, there's plenty of water. എത്ര പെരുമഴ പെയ്താലും, but however much the rain may fall, ഈ 4 അടി വെള്ളം 5 അടി ആകത്തില്ല. this 4 feet will not become 5 feet. അങ്ങനെ നിൽക്കുള്ളൂ. It stands like that. ഇനി എത്ര കൊടും വേനലാണെങ്കിലും, In a however dry it may be, ഈ 4 അടി വെള്ളം 3 അടി ആകത്തില്ല. this 4 feet will not become 3 feet. ഹല്ലേലൂയ. Hallelujah. മഴ പെയ്താൽ മെത്തത്തില്ല, ഉണക്ക് സംഭവിച്ചാൽ പറ്റത്തില്ല. It will not be altered because of the climatic conditions. ഇത് വറ്റി പോകാത്ത ഒരു ഉറവയായത്. This is something that will not break. Hallelujah. ദൈവം തുറന്ന ഒരു ഉറവയായത്. This is a source added by God. പ്രാർത്ഥിച്ചു കിട്ടിയ ദാനമാണിത്. This is a gift received by prayer. ദൈവം കൊടുത്ത ഒരു ദാനമായത്. This is a gift given by God. ഹല്ലേലൂയ. Hallelujah. ഒത്തിരി ആളുകൾ താഴെ താമസിക്കുന്നുണ്ട്. Many people are living down. ഈ താഴെ താമസിക്കുന്ന വീട്ടുകാരൊക്കെ ഈ കിണറ്റിലേക്ക് ചുമ്മാ ഓസ് തേക്കുക. വെറുതെ ഓസ്, ഫ്രീ വെള്ളം. Okay, those who are downstairs are just getting the water. ഒരു ബില്ലും അടക്കണ്ട, ഫ്രീയാ. They don't have to pay any bill, it's free. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. വറ്റാത്ത ഉറവ തുറക്കുവാൻ, To open a source. ഹല്ലേലൂയ. Hallelujah. നിന്റെ വീട്ടിൽ ഉറവ To തുറക്കുവാൻ, start a source in your house. നിന്റെ കയ്യിൽ ഉറവ To തുറക്കുവാൻ, start something in your hand. നിന്റെ തലമുറകൾക്ക് ഉറവ To തുറക്കുവാൻ, start a source with your നിന്റെ children. സഭയ്ക്ക് ഉറവ To തുറക്കുവാൻ, start a source in your house. നിന്റെ ശുശ്രൂഷയ്ക്ക് ഉറവ To തുറക്കുവാൻ, start something for your നിന്റെ ministry. കയ്യിൽ ദേശത്ത് ചിലതിനെ To ഏൽപ്പിക്കുവാൻ, give something of the land to you. നിന്റെ മുമ്പിൽ ചിലതിനെ വിളിച്ചു To വരുത്തുവാൻ, bring something in front of you. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു To വരുത്തുവാൻ. bring into something from nothing. ഈ രാത്രി അവൻ ഇവിടെ ഉണ്ട്. This night our ഈ Jesus. രാത്രി അവൻ ഇവിടെ ഉണ്ട്. This night Jesus is എത്ര here. പേർ വിശ്വസിക്കും? How many people believe? എത്ര പേർ അംഗീകരിക്കും? How many people agree? എത്ര പേർ How അംഗീകരിക്കും? many people agree? എത്ര പേർ ആരാധിക്കും? How many people will worship? എത്ര പേർ അന്വേഷിക്കും? How many people seek? എത്ര പേർ കണ്ടെത്തും? How many people find? Oh, Praise the Lord. praise the Lord. Hallelujah. Hallelujah. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. Jesus went believing the word Jesus said. Hallelujah. Hallelujah. അവൻ വന്നത് കുഞ്ഞിന് വേണ്ടിയാ. He came for the child. അവൻ പോയത് സൗഖ്യത്തോടെയാ. He went with healing. Hallelujah. Hallelujah. അവന്റെ മകൻ നഷ്ടമായില്ല. His son was not lost. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചവന് യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. Oh, Jesus, it happened to the one who believed what Hallelujah. Jesus said, as Jesus said. Praise the Lord. Praise the Lord. Hallelujah. 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 ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വന്നത് ഒരു വലിയ കാര്യം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. He came for a small thing, God made it a big thing. Hallelujah. Hallelujah. ഇന്നു രാത്രി എല്ലാവരും എഴുന്നേറ്റോട്ടെ. Tonight let's all Hallelujah. stand. Hallelujah. ഇന്നു രാത്രി നമുക്കും ചില ഉറവ തുറക്കണം. ആ കൊരട്ടിയിലെ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് വന്നോട്ടെ. Hallelujah. All the choir come forward. Praise the Lord. Praise the Lord. നമ്മൾ ഇന്ന് രാത്രി ഒന്നിച്ചു പ്രാപിക്കാൻ പോവാ. Those who are in the sanctuary, please come here. Hallelujah. യേശു പറഞ്ഞ വാക്ക്. The word that Jesus said. ആമേൻ ആമേൻ. Hallelujah. വിശ്വസിച്ച ഒരുത്തന് One man who believed ആമേൻ യേശുവിന്റെ നന്മ ലഭിക്കാനിടയായി തീർന്നു. to receive the goodness of Jesus. Praise the Lord. Praise the Lord. ഒരിക്കൽ പത്രോസ് Once Peter, പരാജയപ്പെട്ടു നിൽക്കുക. he was defeated. രാത്രി മുഴുവൻ അധ്വാനിച്ചിരിക്കുക. All the night he labored. ഉറങ്ങാതെ നിൽക്കുക. He was without sleep. തകർന്നു നിൽക്കുകയാ. He was standing broken. പരാജയപ്പെട്ടിരിക്കുക. He was destroyed. യേശുവിന്റെ വാക്കിന് വല ഇറക്കിയപ്പോൾ, Because he brought it out because of Jesus. യേശു പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ He did what Jesus told him. അവന്റെ കയ്യിൽ മീനെ കിട്ടി. When he got the fish in his അവന്റെ hand, വലയിൽ മീനെ കിട്ടി. he got the fish into his അവന്റെ net. പടകിൽ മീൻ കയറി. Oh, the fish came into his boat. അവന്റെ പരാജയം മാറിപ്പോയി. His failure was അവന്റെ removed. പരാജയം മാറിപ്പോയി. His failure was removed. അവന്റെ പരാജയം മാറിപ്പോയി. His failure was removed. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് many എന്റെ people desire? പരാജയം മാറിക്കിട്ടണം? How many people desire that your failure will be removed? Lift your hands. എത്ര പേര് വിളിച്ചു പറയും എനിക്കും വേണം ഒരു മാറ്റം? How many people say, I also want a change? എന്റെ തകർച്ച ഒന്ന് മാറിക്കിട്ടണോ? Let my defeat be taken away. എന്റെ തലമുറ ഒന്ന് നേരെയാകണോ? I want my children to be right. എന്റെ രോഗം ഒന്ന് മാറിക്കിട്ടണോ? My
disease should be removed. എന്റെ തടസ്സം ഒന്ന് മാറിക്കിട്ടണം. Our difficulty must be removed. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഇന്ന് രാത്രി അവൻ ഇവിടെയുണ്ട്. Tonight Jesus is here. അവന്റെ കരം ഇവിടെയുണ്ട്. His children are here. അവന്റെ നാമം ഇവിടെയുണ്ട്. His name is here. അവന്റെ വഴികൾ തുറക്കട്ടെ. His ways are open. അവന്റെ നാമം വെളിപ്പെടട്ടെ. Let His name be revealed.